നാരായണ പരമഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് അഹിംസാത്മകമായ ജീവിതത്തിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സ്വജീവിതത്തിലൂടെ നമ്മൾക്ക് വഴി കാട്ടിയതെന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ 63ഓളം കൃതികളുണ്ട്. അതുപോലെ ശ്രീനാരായണ ധർമ്മം എന്നുള്ള ആചാരബദ്ധമായ ഗുരുദേവ ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് ഈ ഒരു അഹിംസയെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിലും നമ്മൾ ഗുരുവിൻ്റെ കൃതികളിൽ കാണാൻ കഴിയും. അഹിംസ എന്നുള്ള പദം ന ഹിംസ അഹിംസ എന്നാണ് പറയാറ്. ഹിംസ അല്ലാത്തത് എന്തോ അതാണ് അഹിംസ എന്ന് പറയുന്നത്. ന എന്ന് പറയുന്ന നിഷേധാർത്ഥത്തിലാണ് ന എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന ഹിംസ അഹിംസ. ഈ അഹിംസ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരാറ് കൊല്ലരുത് എന്നുള്ളൊരർത്ഥത്തിലാണ്. ഈ അർത്ഥത്തിൽ വളരെ പ്രാചീനമായ നമ്മുടെ ബൗദ്ധ ദർശനങ്ങളിലും അതുപോലെ ജൈന ദർശനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രാചീന കാലത്ത് ഭാരതം പോലുള്ള രാജ്യത്ത് യാഗാദി കർമ്മങ്ങൾ നടക്കുമായിരുന്നു. ഇവിടെ ബലി എന്ന പേരിൽ നമ്മുടെ സ്മൃതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം ബലികൾ കാണാം. അതുപോലെ മറ്റു മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും ബലികൾ കാണാൻ കിട്ടും. അത് ഇസ്ലാം മത ഗ്രന്ഥത്തിലായാലും ക്രിസ്തുമത ഗ്രന്ഥത്തിലായാലും ഹിന്ദുമത ഗ്രന്ഥങ്ങളിലെല്ലാം ബലികൾ കാണാമായിരുന്നു. അതൊരു ഗോത്രീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഗോത്ര മനുഷ്യന്റെ അപക്വമായ മനുഷ്യന്റെ പരിണാമ ഘട്ടത്തിൽ അവൻ വിശ്വസിച്ചിരുന്ന, അവന്റെ അറിവില്ലായ്മ കൊണ്ട് ധരിച്ചിരുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു ബലി എന്നുള്ള ഒരു സംവിധാനം വന്നു. പിൽക്കാലത്ത് അതൊരു യാഗവും യജ്ഞവും ഒക്കെ ആയി മാറി. ആ കാലഘട്ടത്തിൽ മറ്റു ജീവജാലങ്ങളെ ഈശ്വരൻ തനിക്ക് പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് ആപത്തുകൾ നേരിടുമ്പോൾ, കൃഷിനാശങ്ങൾ നേരിടുമ്പോൾ ഒക്കെ അവനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമതകളെയും മാറ്റാൻ അന്ന് ആ ആത്യന്തികമായ സർവശക്തനായ പ്രകൃതിയോട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യകാലങ്ങളിൽ നമുക്ക് മനുഷ്യ വംശത്തെ കുറിച്ചുള്ള പഠനങ്ങളും സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക്, ദുഃഖങ്ങൾക്കൊക്കെ അതിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അന്ന് ഇന്ദ്രദേവനെ പ്രാർത്ഥിക്കുക, സൂര്യനെ ആരാധിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ആരാധനകളുണ്ട്. അതുപോലെ അന്ന് കൃഷിയിടങ്ങളിൽ വിളവ് ഉണ്ടാവാൻ വേണ്ടി അവൻ ബലി ചെയ്യുമായിരുന്നു. അതുപോലെ തനിക്ക് ഏതെങ്കിലും രോഗം ബാധിച്ചാൽ അതില്ലാതാകാൻ ബലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ ബൗദ്ധ ദർശനം, അതായത് ബുദ്ധദേവനാൽ വിരചിതമായ ആ ബുദ്ധദേവന്റെ കാലഘട്ടത്തിൽ ബുദ്ധൻ വന്ന സമയത്ത് പറഞ്ഞത്, അന്ന് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഈ പ്രാണികളുടെ, മിണ്ടാപ്രാണികളുടെ ഒച്ച കേൾക്കാത്ത ഒരു സ്ഥലവും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ രാജ്യങ്ങളിലും മത ആചാരത്തിന്റെ ഭാഗമായിട്ട്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ബലിയുണ്ടായി. അതില് ഈ പാവപ്പെട്ട മൃഗങ്ങളെ കൊന്ന് ഹോമിക്കുന്ന ഒരു സമ്പ്രദായം എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. വേദങ്ങളിലും പൂർവ്വകാണ്ഡങ്ങളിൽ, കർമ്മകാണ്ഡം എന്ന് പറയുന്ന കർമ്മകാണ്ഡങ്ങളിലും പശുവിനെയും ആടിനെയും പല ശബ്ദങ്ങൾ കൊണ്ട് അത് കുറ്റമല്ല. അന്നത്തെ മനുഷ്യൻ, ഗോത്രീയമായ മനുഷ്യൻ, നമുക്കറിയാം. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച മനുഷ്യരെ സംബന്ധിച്ചറിയാം, സൗത്ത് ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് മനുഷ്യൻ വേട്ടയാടി ജീവിച്ചിരുന്ന കാലം, അത് കഴിഞ്ഞ് കൃഷി ചെയ്തിരുന്ന കാലം, ഇങ്ങനെയൊക്കെ ജീവിച്ച ആ മനുഷ്യന്റെ ആ പരിണാമ ഘട്ടത്തിൽ അവന്റെ ബ്രെയിനിന്റെ അറിവില്ലായ്മ കൊണ്ട് അവന് എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും വേണ്ടി ബലി ചെയ്യുമായിരുന്നു. അത് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ, എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം. ആ കാലഘട്ടത്തിലാണ് അഹിംസ എന്നുള്ള തത്വമായിട്ട് ജൈനമതവും ബുദ്ധമതവും
രംഗത്ത് വരുന്നത്. അഹിംസ എന്നുള്ള ഈ ഒരു ഈ ഒരു തത്വത്തെ, ഈ ഒരു ധർമ്മത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ രൂപത്തിൽ മറ്റ് ജീവജാലങ്ങളോടുള്ള അനുകമ്പ എന്നുള്ള, കാരുണ്യം എന്നുള്ള പരിചയപ്പെടുത്തുന്നത് ജൈന മതവിശ്വാസികൾ, അതായത് വർത്തമാന മഹാവീരൻ തുടങ്ങിയ ആ ജൈനമത ആചാര്യന്മാരുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അഹിംസ എന്നുള്ള ഒരു തത്വം തുറന്നു വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നിഷ്ഠയോടുകൂടി അഹിംസാ വ്രതത്തെ ആചരിക്കുന്നതും ജൈനന്മാരാണ്. അതിനെ തുടർന്നാണ് ബൗദ്ധന്മാരും ഈ ഒരു ആചാരത്തിൽ വരുന്നത്. രണ്ടും സമകാലത്താണെന്ന് പറയപ്പെടുന്നത്. എങ്കിലും അതിന്റെ ആ നിഷ്ഠയെ, ആ അഹിംസാ വ്രതത്തെ അത് പാലിക്കുന്നതിൽ, അതിനെ ആചരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആ നിഷ്ഠ പുലർത്തിയിട്ടുള്ളത് ജൈനമത വിശ്വാസികളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ദിഗംബരന്മാരും ശ്വേതാംബരന്മാരും എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ തന്നെ ഉണ്ടായത്. എന്തായാലും ഈ അഹിംസ എന്നുള്ള ഈ ഒരു ആശയം, ഈ ഒരു ധാർമ്മിക മൂല്യം ഇന്ന് ആധുനിക കാല മാനവികത എന്ന് പറയുന്ന ഈ അഹിംസ തത്വത്തെയാണ്. ഗുരു പറയുന്ന ഈ അഹിംസാ തത്വത്തിന് ലോകത്തില് ഒരു മനുഷ്യനും വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ വ്യക്തമായിട്ട് അഹിംസ എന്നുള്ളത് വെറും കൊല്ലൽ മാത്രമല്ല എന്നുള്ള അതിന്റെ ഒരു ഏറ്റവും വലിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾക്ക് മഹാഗുരു അനുകമ്പ ദശകത്തിലെ ആദ്യ പദ്യത്തില് ആദ്യ 2 വരികൾ പറയുന്നുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ. ഇതിനാണ് ഗുരുദേവൻ ഈ അഹിംസാ സത്വത്തിന് അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. മറ്റേത് പ്രാചീന ഗ്രന്ഥങ്ങളിൽ നോക്കിയാലും അഹിംസയ്ക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയില്ല. അത്യന്തം സൂക്ഷ്മമായ ജീവികൾക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കണം എന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടി, വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗുരു അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിന്റെ നമ്മൾ ജീവകാരുണ്യ പഞ്ചകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു ജീവകാരുണ്യ പഞ്ചകം ഒരു ധാർമ്മിക മൂല്യകൃതിയാണ്. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തില് പഞ്ചധർമ്മങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിൽ ആദ്യ ധർമ്മമായിട്ട് അഹിംസയാണ് പറയുന്നത്. അഹിംസ പരമോധർമ്മ സർവധർമ്മേഷു സുബ്രതാഹ ബുദ്ധാദയഃ മഹാത്മനഃ യയാ ആബഹു പരമം പദം എന്ന് ഗുരു ആ അഹിംസാ തത്വത്തെ, ആ അഹിംസാ ധാർമ്മിക മൂല്യത്തെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. സാധാരണ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് 2 തരത്തിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, നിഷേധാത്മകമായിട്ടും വിധി രൂപത്തിലുമാണ് ഈ ധർമ്മത്തെ നമ്മൾക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാചീന ഗ്രന്ഥങ്ങളിൽ. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഗുരു തന്നെ പറയും, സത്യം പറയണം എന്ന് പറയുമ്പോൾ അത് വിധി രൂപമാണ്. നിങ്ങൾ സത്യം മാത്രമേ ചെയ്യാവൂ. അഹിംസ പിന്തുടരണം, അതും വിധിയാണ്. അത് 100% നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മദ്യം കുടിക്കരുത്, അരുത് എന്ന് ഗുരു ഇവിടെ പറഞ്ഞു. ജാതി ചോദിക്കരുത് എന്ന് പറയും, അതും വിധി രൂപത്തിലാണ്. അത് ചെയ്യരുത് അത് നിഷേധാത്മകമായിട്ടുള്ള രൂപത്തിലാണ്. അതായത് അത് ചെയ്യരുത്. സത്യം പറയണം എന്ന് പറയുന്ന സ്ഥലത്ത് അത് വിധി രൂപത്തിലും, മദ്യം കുടിക്കരുത്, അരുതെന്ന് പറയുന്നത് അത് നിഷേധാത്മകം, നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ ഗുരു അരുത് എന്ന് എവിടെയൊക്കെ പറഞ്ഞാലും അതിന് ഈ നിഷേധാത്മകമായിട്ടാണ് പറയുന്നത്. ഈ പറയണം, ചെയ്യണം, അറിയണം എന്നൊക്കെ പറയുന്ന വിധി രൂപത്തിലാണ്. നമ്മൾ 100% ചെയ്തേ പറ്റൂ. സാധാരണ ഇത് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ധർമ്മം എന്നുള്ളതിന്റെ വിശദീകരണം എങ്ങനെയാണ്? അത് വിധി നിഷേധ രൂപത്തിലാണ് ധർമ്മത്തെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ എപ്പോഴും ധർമ്മം എന്ന് പറയുന്നത് അത് അനുഷ്ഠാന പ്രധാനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. നമ്മൾ ദർശനം എന്ന് പറയും, അത് വിചാരപ്രധാനമാണ്, അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ അറിഞ്ഞ കാര്യത്തെ, അനുഷ്ഠിക്കേണ്ട കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങളാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അഹിംസ ആ തത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം നമ്മൾ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനപ്രദമായ ഒരു ധർമ്മമാണ് അഹിംസ എന്ന് പറയുന്നത്.
അതിന്റെ ഏറ്റവും വലിയ വിശദീകരണമാണ് ഒരു പീഡ എറുമ്പിനും വരുത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവകാരുണ്യ പഞ്ചകത്തില്, ആ ജീവകാരുണ്യ പഞ്ചകത്തില് എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്? ഇത് ഓർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന് അഹിംസ ആ മൂല്യത്തെ കുറിച്ചാണ് പറയുന്നത്, ആ തത്വത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അഹിംസ എന്ന് പറയുമ്പോൾ ഒരിക്കലും അഹിംസ എന്ന് പറയുമ്പോൾ കൊല്ലരുത് എന്നുള്ള വാച്യാർത്ഥം ഉണ്ടെങ്കിലും അത് ഒരു തരത്തിൽ ഒരു ജീവിയെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല അഹിംസ എന്ന് പറയുന്നത്. ഗുരു ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറയുമ്പോൾ അത്യന്തം സൂക്ഷ്മമായ ജീവിയെ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ കൊല്ലുക എന്നുള്ള ഒരു ക്രിയ മാത്രമല്ല വാസ്തവത്തിൽ അഹിംസ എന്ന് പറയുന്നത്, നോൺ വയലൻസ് എന്ന് പറയുന്നത്. ഇന്ന് ഈ ഹിംസയ്ക്ക് അല്ലെങ്കിൽ വയലൻസിന് ധാരാളം ഭേദങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആധുനിക ലോകം ആധുനിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന, ഇന്ന് എന്താണ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ആശയം പോലുള്ള മതനിരപേക്ഷത എന്ന് പറയുന്ന ആധുനിക സങ്കല്പങ്ങളെല്ലാം അവര് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പണ്ട് മുതലേ ബുദ്ധനും ജൈനനും പിന്തുടർന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് വയലൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിംസ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അഹിംസ എന്ന് നമ്മൾ പറഞ്ഞു. ഹിംസ എന്ന് പറയുമ്പോൾ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അവിടെയാണ് അഹിംസാത്മകമായ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണം, അതെന്താണ് അഹിംസ എന്നറിഞ്ഞാലേ നമ്മൾക്ക് അതിനനുസരിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഈ സമൂഹത്തിന്, ഓരോ വ്യക്തികളിൽ എന്താണ് അതിന്റെ പ്രയോജനം എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയത്ത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഇതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഹിംസ അല്ലെങ്കിൽ വയലൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. സത്യത്തില് ഇന്ന് വയലൻസ് ഒരുപാട് തരത്തിലുള്ള വയലൻസ് ഉണ്ട്. ഫിസിക്കൽ വയലൻസ് എന്ന് പറയും, അതുപോലെ വെർബൽ വയലൻസ് എന്ന് പറയും, സൈക്കോളജിക്കൽ വയലൻസ് എന്ന് പറയും, സെക്സ്വൽ വയലൻസ് എന്ന് പറയും, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും, അതുപോലെ ഇമോഷണൽ വയലൻസ്. അങ്ങനെ ധാരാളം കാറ്റഗറി ചെയ്ത് വയലൻസിനെ പലതരത്തിൽ ഈ ഹിംസയെ വിശദീകരിക്കും. അതില് നമ്മൾ വെർബൽ വയലൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. മറ്റൊരാളെ നമ്മൾ സ്വന്തം വാക്ക് കൊണ്ട് വേദനിപ്പിക്കും, അതിനെ വയലൻസ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ ഹിംസ എന്നാണ് പറയാറ്. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് പോലും നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അത് ഹിംസയാണ്. അപ്പോൾ അഹിംസാത്മകമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഗുരു കാട്ടിത്തന്ന, ഗുരു ജീവിതത്തിലൂടെ നമ്മൾക്ക് വഴികാട്ടിയ ആ ഒരു ജീവിതം അഹിംസാത്മകമായിരുന്നു 100%. ആ ജീവിതത്തിൽ ഉടനീളമായിട്ട് ഗുരുവിന്റെ ഒരു വാക്ക് കൊണ്ട് പോലും ആരെങ്കിലും വിഷമിച്ചതായിട്ട് നമ്മൾക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. ആരെങ്കിലും വന്ന് ഗുരുവിനോട് എതിർത്ത് സംസാരിക്കുകയോ ഗുരു പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുകയോ ചെയ്യുമ്പോഴും ഗുരു ചോദിക്കാറുള്ള അങ്ങനെയാണോ, അങ്ങനെയും ആകാം. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ആ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതെ, ആ ഒരു മനുഷ്യനെയും പരിഗണിക്കാൻ, ചേർത്ത് നിർത്താൻ, ആ മനുഷ്യനെയും കൂടെ അകത്താക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു അഹിംസാത്മകമായ ഒരു ജീവിതം ഉള്ളത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന, ലോകത്തിൽ ഗുരുവിനെ പിന്തുടരുന്ന, ഗുരുവിന്റെ ദർശനത്തിലേക്ക് ആകൃഷ്ടരായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാ മനുഷ്യനെയും പരിഗണിക്കാനും സ്നേഹിക്കാനും കൂടെ നിർത്താനും കഴിഞ്ഞത് ഈ ഒരു അഹിംസാത്മകമായ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഗുരുവിൽ ഉടനീളം ആ മഹാസമാധി പര്യന്തം വരെ ഗുരുവിൽ അത് ഉണ്ടായിരുന്നു. അത് എപ്പോഴും നമ്മൾക്ക് മാതൃകയാണ്. അത് ഇതാണ് ഗുരുവിനെ നമ്മൾ എല്ലാവരും പറയുന്നില്ല. ഗുരുവിനെ പല ആളുകളും പറയാറുണ്ട്, ഗുരു ഒരു വലിയ മൂല്യമാണ്, ഗുരു ഒരു വലിയൊരു തത്വമാണ്. അത് നമ്മൾ ആരാധിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണെന്ന് പറയും. അത് ഒരു വിശ്വാസത്തിന്റെ പ്രമാണത്തിലല്ല, ഒരു മൂല്യമാണ്. അതെപ്പോഴും ഗുരുവിന്റെ ജീവിതത്തെയും ഗുരുവിന്റെ ഉപദേശത്തെയും ഗുരുവിന്റെ ആ ജീവിത ദർശനത്തെയും നമ്മൾ എപ്പോഴും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഗൗണമായിട്ട് പറഞ്ഞാൽ അത് ആരാധിച്ചു കൂടാന്നല്ല, എങ്കിലും പ്രധാനമായിട്ടിരിക്കുന്ന ഓരോന്നും നമ്മൾ അനുസരിക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ ഗുരു വിഭാവനം ചെയ്ത, ഗുരു സ്വപ്നം കണ്ട, ഗുരു അവതരിച്ച അതിന്റെ ഉദ്ദേശ്യ സാധ്യം നമ്മൾക്ക് നടക്കൂ, അത് സാധിക്കൂ. അതിന് നമ്മൾ സ്വയം അതിന് തയ്യാറാകണം.
അത് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള തോമസ് അക്കംബസ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ക്രിസ്തുമത പുസ്തകം. അതിൽ ബൈബിൾ വചനത്തിലാണ് ആദ്യ പാരഗ്രാഫിൽ തുടങ്ങുന്നത്, ആരാണോ എന്നെ പിന്തുടർന്നവൻ, എന്നെ അനുനയിക്കുന്നവൻ, അവൻ ഒരിക്കലും ഇരുട്ടിൽ നടക്കേണ്ടി വരില്ല, ഇരുട്ടിൽ സഞ്ചരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതുപോലെ ആരാണോ ഗുരുവിന്റെ ഉപദേശത്തെ, ഗുരുവിന്റെ ജീവിതത്തെ അനുനയിക്കുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്വജീവിതം അനുരൂപമാക്കുന്നത്, ആ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒരു നാളും അവൻ ഇരുട്ടിൽ നടക്കേണ്ടി വരില്ല. അവന്റെ ജീവിതം വെളിച്ചമാകും, സാഫല്യമുള്ളതാവും, അന്വർത്ഥമുള്ളതാവും. അത് അത് ജീവിതം ആ ഗുരുവിന്റെ ജീവിതത്തിനനുസരിച്ച്, ഗുരുവിന്റെ ദർശനത്തിനനുസരിച്ച് അതിന് അനുരൂപമാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗുരു ഉപദേശിച്ച ആ അനുശാസനങ്ങൾ, അത് നമ്മൾ അനുശാസനങ്ങൾ എന്ന് പറയുമ്പോൾ 100% നമ്മൾ അത് അനുസരിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ അത് വ്യക്തിനിഷ്ഠമായ ആ ഒരു ജീവിത സാഫല്യത്തിനും അതിനുപരിയായിട്ട് സമൂഹത്തിന് ഒരുപാട് ഒരുപാട് ശാന്തിയും സമാധാനവും നൽകാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും. അതുകൊണ്ട് അത് തുടർന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച്, അതെങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് സമൂഹത്തിന് നമ്മൾ പ്രയോജനമുള്ളവരായി തീരുന്നത്, അതെപ്രകാരമാണ് ഈ അഹിംസ എന്ന് പറയുന്ന, അനുകമ്പ എന്ന് പറയുന്ന ഈ ഒരു വലിയ ഗുണം ഇത് നമ്മളിൽ അത് എങ്ങനെ പ്രയോജനമുണ്ടാകും, ജീവിത സാഫല്യത്തെ ഉണ്ടാക്കും എന്നുള്ളത് പടിപടിയായിട്ട് നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഇതിൽ വയലൻസിന് നമ്മൾ പറഞ്ഞു, ആദ്യം ഈ ഫിസിക്കൽ വയലൻസ് എന്ന് പറഞ്ഞു. അത് നമ്മൾക്കറിയാം, കൊല്ലുക എന്നുള്ളത് ആ ഭാഗം മാത്രമാണ് ഈ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാറ്. മറ്റു ജീവജാലങ്ങളെ കൊന്നു തിന്നുക, സ്വന്തം ശരീരം വീർപ്പിക്കുന്നതിന് വേണ്ടി, സ്വന്തം നാവിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റു ജീവജാലങ്ങളെ കൊന്നു തിന്നും. അത് മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു കാലത്ത് ഗോത്രത്തിൽ വേട്ടയാടിയ മനുഷ്യന് ഈ ഭൂമിയിൽ അധിവസിക്കണമെന്നുണ്ടെങ്കിൽ, അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണമായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ വേട്ടയാടി ഭക്ഷണം കഴിക്കുമായിരുന്നു. പിൽക്കാലത്ത് ഏകദേശം ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 12,000 വർഷം മാത്രമേ ആയുള്ളൂ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ കാലഘട്ടം തൊട്ടാണ് മനുഷ്യൻ ഗോത്രങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ താമസം ഉറപ്പിച്ച് കൃഷി ചെയ്തു തുടങ്ങിയത്. ആ കാലഘട്ടമായപ്പോഴും മനുഷ്യന് മാംസത്തിനുപരി മറ്റു ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഹാരത്തിലൂടെ സ്വന്തം ജീവിതം, അല്ലെങ്കിൽ തനിക്ക് അതിജീവനം നടക്കുമായിരുന്നു. എങ്കിലും ഇന്നും നമ്മൾ ഈ വെജിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ അത് 100% അത് അഹിംസാത്മകമായിട്ടുള്ള ഒരു ഭക്ഷണമല്ല. അതുകൊണ്ട് ഒരിക്കലും മത്സ്യമാംസങ്ങൾ കഴിക്കരുതെന്ന് ഒരിക്കലും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മനുഷ്യന് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ, മനുഷ്യൻ ഇന്ന് പ്രോട്ടീൻ പോലുള്ള പോഷകാഹാരങ്ങൾ മറ്റു മീറ്റുകളിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾക്കിന്ന് പഠനങ്ങൾ വ്യക്തമാണ്. എങ്കിലും നമ്മൾ ഈ ഹിംസയുടെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി വലിയൊരു വിഭാഗം, വീഗനിസം പോലുള്ള അതിനെ ഫോളോ ചെയ്യുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനെ ഫോളോ ചെയ്യുന്നവർ, അവർ ചെയ്യുന്നത് അവർ ആ ഹിംസയുടെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി മറ്റു വെജിറ്റേറിയനിസത്തിലേക്ക് പോകുന്നു. അത് 100% അഹിംസ ആയതുകൊണ്ടല്ല, അതും ഹിംസയുണ്ട്. പക്ഷേ മറ്റു ജീവജാലങ്ങൾ, നമ്മൾ വളർത്തുന്ന ആടുമാടുകളെ കൊല്ലുമ്പോൾ, അവര് കണ്ണീർ പൊഴിക്കുമ്പോൾ, അവർ നിലവിളിക്കുമ്പോൾ വൈകാരികമായിട്ട് നമ്മൾക്ക് വിഷമം ഉണ്ടാകും, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മാനസികമായിട്ട്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി മറ്റു സസ്യങ്ങളെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അഹിംസയുടെ തോത് കുറയ്ക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന സസ്യാഹാരം എന്ന് പറഞ്ഞാൽ 100% അഹിംസാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ അഹിംസാത്മകമായിട്ടുള്ള ഫുഡല്ല, ഭക്ഷണ പദാർത്ഥമല്ല. അതും ഹിംസ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊല്ലൽ എന്നുള്ള ക്രിയ, അത് ചിലപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മറ്റു മൃഗങ്ങളെ കൊല്ലും, അത് ഫിസിക്കൽ വയലൻസ് എന്ന് അതിനെ പറയാറ്. അത് പൂർണ്ണമായിട്ടും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നു, മറ്റുള്ളവരോടുള്ള വൈരാഗ്യം കൊണ്ട് മറ്റുള്ളവരെ മർദ്ദിക്കുന്നു. നമ്മൾക്ക് ദേഷ്യം വർദ്ധിക്കുമ്പോൾ, വിരോധം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുന്നു, കൊല്ലുന്നു. ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് മനുഷ്യനുള്ളിടത്തോളം കാലം ഇതിങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ മാനസികമായി നമ്മളെ തളർത്തുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫിസിക്കൽ വയലൻസ് ആണ്. ഇവിടെയാണ് അഹിംസാത്മകമായിട്ടുള്ള ഒരു ജീവിതം ഇന്ന് സമൂഹത്തിന് ആവശ്യമാണ്. ഈ അടുത്ത കാലത്ത് നിയമം എന്ന് പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ കാണാം, അവിടെ 20 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ 3 ചെറുപ്പക്കാർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ്.
ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മുടെ മനസ്സും ബ്രെയിനും സ്തംഭിച്ചു പോകും. ആ ഒരു ചെറുപ്പക്കാരനെ 3 പേര് കൂടി വടി കൊണ്ട് വിലങ്ങും തലങ്ങും അടിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ആ അടിക്കുന്ന സമയത്ത് അടിച്ച് ആ ചെറുപ്പക്കാരനെ, എന്ത് കാര്യമെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, എങ്കിലും ആ 3 പേരും കൂടി ആ കുട്ടിയെ അടിച്ച് തറയിലിട്ട് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഈ കിടന്ന വലിയൊരു പാറകഷ്ണം എടുത്തിട്ട് ആ തറയിൽ അടികൊണ്ട് കിടക്കുന്നവന്റെ പിറത്ത് ക്രൂരമായി എറിയുകയാണ്. അവന്റെ തലയ്ക്കും അവന്റെ കാലിലും വലിയ, എടുത്താൽ പൊക്കാൻ വയ്യാത്ത കല്ലെടുത്ത് ഒരു മനുഷ്യന്റെ പിറത്ത് വളരെ ശക്തിയോടുകൂടി എറിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ എന്തായിരിക്കും അവന്റെ ആ ഒരു ശരീരത്തിന് സംഭവിക്കുന്നത്, ആ ജീവന് സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് ഈ അഹിംസാത്മകമായ ജീവിതം ഇന്ന് നമ്മൾ അതിലേക്ക് കടക്കണം എന്ന് പറയുന്നത്? ഒരു കാരുണ്യവുമില്ലാതെ, ഒരു അലിവുമില്ലാതെ ആ 3 ചെറുപ്പക്കാർക്ക്, ആ ഒരു കുട്ടിയെ നമ്മൾ ഞെട്ടിപ്പോകും ആ വീഡിയോ കാണുമ്പോൾ. കല്ലെടുത്ത് എറിയുകയാണ്, അവൻ മരിക്കുന്നത് വരെ, അവന്റെ അവസാന ശ്വാസം പോകുന്നത് വരെ ക്രൂരമായി ചെയ്യുകയാണ്. ഈ സമൂഹത്തിലാണ് നടന്നത്, നമ്മുടെ സമൂഹത്തിൽ. ഇതുപോലെയാണ് നരബലി എന്ന് പറഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ ഒരു യുവതി മറ്റാളുകളുമായി ചേർന്ന് മനുഷ്യരെ കഴുത്തറുത്ത് കൊന്നത് നമ്മുടെ സമൂഹത്തിലാണ്. ഇതിനെല്ലാം ആരാണ് ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ ക്രൂര കൃത്യങ്ങളിലേക്ക് കടന്നത്? ഒരു പക്ഷേ അവരുടെ വൈകൃതമായ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് തെറ്റായ വിവരങ്ങൾ കിട്ടിയത് കൊണ്ടാകാം. ഇത് പറയുന്നത് ഈ ഒരു അഹിംസാത്മകമായ ജീവിതത്തിന്റെ ഇന്ന് സമൂഹത്തിന് അതിന്റെ ആവശ്യകത ഉണ്ട്. അത് ഗുരു നമ്മൾക്ക് കാട്ടിത്തന്നു. അതിനെ നമ്മൾ പിന്തുടരേണ്ട കാലമാണിത്. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്. അന്ന് ആ പത്തനംതിട്ട ജില്ലയിൽ ഒരു യുവതിക്ക് ആ മറ്റുള്ളവരെ കൊല്ലാൻ പ്രേരണയായത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ, സ്മൃതികളിൽ നരബലി എന്ന് പറയുന്ന ഒരു ക്രിയ ആ പറയുന്ന തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, സ്വർഗപ്രാപ്തി ഉണ്ടാകും, ഈശ്വരപ്രാപ്തി ഉണ്ടാകുമെന്ന് ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടാകും. ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുമെന്നുള്ള ആ ബ്രെയിൻ അതിനെ തിരിച്ചറിയാൻ പറ്റാത്ത പ്രാകൃത മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ ചിന്തകളെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ബ്രെയിൻ ആയതുകൊണ്ട് അവരതിനെ പിന്തുടർന്നു. മനുഷ്യരെ, ജീവിക്കാൻ ആഗ്രഹിച്ച അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കൊന്ന് ആ ബലിയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സത്യത്തിൽ ആരാണ് കുറ്റക്കാർ? ഈ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഈ സാമൂഹിക ജീവിയായിരിക്കും നമ്മൾ എല്ലാവരുമാണ് ഇതിന് ഉത്തരവാദികൾ. നമ്മൾ എന്നെങ്കിലും ഈ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പുരോഹിതന്മാർ, മത ആചാര്യന്മാർ ഇത് തെറ്റാണ്, ഇത് പണ്ടുള്ള മനുഷ്യർ അവരുടെ വിവേകമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മുടെ പുരോഹിതന്മാർ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഇന്ന് അറിവുള്ള വിദ്യാസമ്പന്നരായ പല മനുഷ്യരും ഇന്ന് സമൂഹത്തിലുണ്ട്. അവരാരെങ്കിലും ഇത് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ഒരു സ്ത്രീ ഈ ഒരിക്കലും കിട്ടാത്ത സ്വർഗത്തിലേക്ക്, ഒരിക്കലും കിട്ടാത്ത സമ്പത്തിലേക്ക്, ഒരിക്കലും ഉണ്ടാകാൻ കഴിയാത്ത, ഈ ക്രൂരകൃത്യം ചെയ്താൽ ഉണ്ടാകാൻ കഴിയാത്ത ഈ ഒരു കൃത്യത്തിലേക്ക് കടക്കില്ലായിരുന്നു. ഈ സമൂഹം തന്നെയാണ് ആ ഒരു സ്ത്രീയെ വാർത്തെടുത്തത്. അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈ സമൂഹത്തിലെ ഓരോ കുട്ടികളും. ആ സമൂഹത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ കുട്ടിയെ 3 ചെറുപ്പക്കാർ ഈ ഒരു യുവാവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുണ്ടെങ്കിൽ അവൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, അവന് സാംസ്കാരികപരമായിട്ടുണ്ടായിട്ടുള്ള അവഗണനകൾ, അപമാനങ്ങൾ, പലതരത്തിലുള്ള ടോർച്ചറിങ്ങുകൾ, ഇതൊക്കെ പഠനങ്ങളാണ്. ഇന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പഠിച്ച് പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഒരാൾ ഹിംസയിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് ക്രൂരകൃത്യങ്ങളിലേക്ക് പോകുന്നത്. അത് വീട്ടിൽ അവൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ നിന്ന് അവൻ കുറെ കാര്യങ്ങൾ പഠിക്കും. മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന അവനെ അലോസരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന പല വാക്കുകളിൽ നിന്നും അവനിൽ മാനസികമായ പല അവന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. ശാരീരികമായി നമ്മൾ പല കുട്ടികളെയും ശിക്ഷിക്കാറുണ്ട്. അത് അവനെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. അവനെ ശകാരിക്കുമ്പോൾ, അവനെ നമ്മൾ പുച്ഛിക്കുമ്പോൾ, അവനെ നമ്മൾ വെറുക്കുമ്പോൾ അവനിൽ ഉണ്ടാക്കുന്ന പല വികാരങ്ങളുമാണ് പിൽക്കാലത്ത് ഈ ഹിംസാത്മകമായ പ്രവൃത്തിയിലേക്ക് ഒരു കുട്ടിയെ മാനസികമായി തള്ളിവിടുന്നുവെന്ന് ഈ സൈക്കോളജിസ്റ്റുകളുടെ പഠനങ്ങളിൽ പറയുന്നു. പിന്നെ നമ്മളുടെ തന്നെ
മക്കളാണ്. ജനറ്റിക്കലി ഉള്ള പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ബ്രെയിൻ ആ തരത്തിലായി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ന് അഹിംസാത്മകമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെയാണ്. ഇവിടെ ഫിസിക്കൽ ആയിട്ടുള്ള വയലൻസ് വ്യാപകമായി നടക്കുന്നു. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനുമായിട്ട് മതങ്ങളുടെ പേരിൽ അവിടെ തമ്മിത്തല്ലി ചോര തീന്തി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണ നമ്മൾ കണ്ടു. UN പോലുള്ള ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചത് പോലും ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ ഒരു പരിധി വരെ ഇന്നും പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതിന്റെ പിന്നിലും ഈ UN പോലുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അതുപോലെ ലോകത്ത് ഇന്നുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ നമ്മുടെ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് വാങ്ങിച്ചു കൂട്ടുന്നത്. അതെന്തിനാണ്? മറ്റു രാജ്യങ്ങൾ നമ്മെ ആക്രമിച്ചാൽ അവരെ തിരിച്ച് ആക്രമിക്കാനും കൊന്നു തള്ളാനും വേണ്ടി എല്ലാ രാജ്യങ്ങളും ഇത് ചെയ്യുന്നു. ഇതിനൊരു പരിധി വരെ മതങ്ങളും സപ്പോർട്ടാണ്. മതങ്ങൾ മനുഷ്യനെ ആധ്യാത്മികമായ സദാചാര മൂല്യങ്ങളെ ഉയർത്തേണ്ട മതങ്ങൾ ഇതുപോലുള്ള ആ പഴയ കാലം ഏതാണ്ട് ഒരു 3000 വർഷത്തോളം പഴക്കമുള്ള മതങ്ങളിലെല്ലാം ഇത് ഈ പറയുന്ന തരത്തിലുള്ള ഹിംസാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണാൻ കഴിയും. പക്ഷേ അത് നമ്മൾ കാലത്തിനനുസരിച്ച് കാലദേശോചിതം കർമ്മ ധർമ്മം ഇത്യഭിധീയത എന്നാ പറയുന്നത്. കാലം ദേശം അതിനനുസരിച്ച് ഏതൊരു കർമ്മമാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഒരു 3000 വർഷത്തിന് മുമ്പുള്ള മനുഷ്യനല്ല ഇന്നുള്ള മനുഷ്യൻ. അന്നുള്ള മനുഷ്യന്റെ ബ്രെയിൻ അല്ല ഇന്നുള്ള മനുഷ്യന്റെ. അന്ന് ഉണ്ടായിട്ടുള്ള മനുഷ്യന്റെ ചിന്താഗതികളല്ല ഇന്നുള്ള മനുഷ്യന്റെ. അന്നുള്ള സമൂഹമല്ല ഇന്നുള്ള സമൂഹം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ആ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഏതൊരു ധർമ്മമാണോ അതിനെയാണ് ഏതൊരു കർമ്മമാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധർമ്മമാണ് എക്കാലത്തും ഇതിനെ നമ്മൾ സനാതന ധർമ്മം എന്ന് ഗുരുവിന്റെ ഈ മൂല്യങ്ങളെ പറയും. ഇതിനെ സനാതന മൂല്യങ്ങൾ എന്നാ പറയും. എക്കാലത്തും അതിന് പല സ്വഭാവങ്ങളിൽ രൂപപ്പെടുമെങ്കിൽ അഹിംസ, സത്യം, ഈ അസ്തേയം, ഈ ഗുരു പറഞ്ഞിട്ടുള്ള ഈ പഞ്ചധർമ്മങ്ങൾ സനാതന മൂല്യങ്ങളാണ്. അത് ഏത് കാലത്തും ഏത് ദേശത്തും അത് നമ്മൾക്ക് അനുഷ്ഠാനപ്രധാനമായി തന്നെ ഇരിക്കേണ്ട ഒന്നാണ്. ഇതിലൂടെ മാത്രമേ ജീവിത സാഫല്യത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ കഴിയും. ഏറ്റവും ആവശ്യം ഇന്ന് ലോകത്തിന് ആവശ്യം അഹിംസാത്മകമായിട്ടുള്ളൊരു ജീവിതമാണ്. അത് ഇപ്പോൾ പറഞ്ഞ ഈ ഫിസിക്കൽ വയലൻസ് ആണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ അടുത്ത കാലത്തുള്ള സിനിമകൾ കണ്ടു നോക്കണം. ഈ ആവേശം വരെയുള്ള സിനിമകൾ, അതിലും കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഹിംസയിലേക്കാണ്. മറ്റു മനുഷ്യരെ ക്രൂരമായി മർദ്ദിക്കുവാനാണ്, കൊല്ലാനാണ് ഈ സിനിമകൾ പഠിപ്പിക്കുന്നത്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു സിനിമ ദുൽഖർ സൽമാന്റെ, അതും പഠിപ്പിക്കുന്നത് മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്നത്. ആദ്യ അവസാനം വരെ ക്രൂരമായി മർദ്ദിക്കാനും അവശനാക്കാനും കൊല്ലാൻ പഠിപ്പിക്കുകയാണ്. അത് തുടർന്ന് ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ വരെയുള്ള സിനിമകളൊന്ന് ഒരു 4-5 മാസത്തെ സിനിമ ഒന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കണം. അതിന് പോലെ ഉപരി വെബ് സീരിയലുകൾ പോലും എല്ലാം ക്രൂരമായി മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന സിനിമകളും സീരിയലുകളും റിയാലിറ്റി ഷോസുകളാണ് ഇന്നിപ്പോ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറഞ്ഞാൽ അനുകരണം ഏതൊരു മനുഷ്യന്റെയും സ്വഭാവമാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരിഷ്ടപ്പെടുന്ന, അവർ ഫോളോ ചെയ്യുന്ന അവരുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അവർ മമ്മൂട്ടി ആകട്ടെ, മോഹൻലാൽ ആവട്ടെ, ദുൽഖർ സൽമാൻ ആകട്ടെ, ഫഹദ് ഫാസിൽ ആകട്ടെ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവരുടെ ബ്രെയിനിൽ അത് കോപ്പി ചെയ്ത് അവരുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരും. അതുകൊണ്ടാണ് സ്കൂൾ തലങ്ങളിൽ അടുത്ത കാലത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു റാഗിങ്ങിന്റെ പേരിൽ. ആ കുട്ടിയെ അവർ റാഗിങ്ങിന്റെ പേരിൽ മർദ്ദിക്കുക. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിലും ഇതുപോലുള്ള കലാലയങ്ങളിലും ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ മനസ്സിൽ ഒന്ന് സ്മരിക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇത് സമൂഹത്തിൽ വ്യാപകമായിട്ട് മുമ്പും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ക്രിസ്തു ജനിച്ച സമാധാനത്തിന്റെ ദൂതനായ, സ്നേഹത്തിന്റെ പ്രവാചകനായ ക്രിസ്തു ജനിച്ച ജെറുസലേമിലും ഈ ഒരു 2003 ഡിസംബർ 25 ആ ക്രിസ്മസ് സുദിനത്തിലും ചോര തീന്തിയ കുഞ്ഞു മക്കളുടെ ശരീരമാണ് നമ്മൾ സോഷ്യൽ മീഡിയകളുടെ കണ്ടത്. കൈയും കാലും ഇല്ലാത്ത മറ്റു മനുഷ്യരുടെ മൃതശരീരങ്ങളാണ് നമ്മൾ കണ്ടത്. അത് മതത്തിന്റെ പേരിൽ ഹിംസാത്മകമായിട്ടുള്ള അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അത് സംഭവിച്ചത്.
അതിനെല്ലാം പ്രേരണമായിട്ടിരിക്കുന്നത് ഈ സാമൂഹികപരമായിട്ടുള്ള അന്തരീക്ഷമാണ്, സാംസ്കാരികപരമായിട്ടുള്ള അവരുടെ ആ ഒരു മാനസിക സംസ്കരണമാണ്. ഇതൊക്കെ ഇന്നും സമൂഹത്തിൽ വളരെ ഗുരു വിഭാവനം ചെയ്ത, എല്ലാവരും സോദരത്തേന വാഴുന്ന ആ മാതൃകാ ലോകത്തിന്റെ രൂപീകരണത്തിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറയാൻ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിഷയത്തെ തന്നെ തിരഞ്ഞെടുത്തത്. അത് ഇന്നും സമൂഹത്തിൽ നമ്മൾ പലതരത്തിൽ നമ്മൾക്കിത് കാണാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകൾ 100% അവോയ്ഡ് ചെയ്യുക. കോടികൾ ക്ലബിൽ വന്ന സിനിമകളാണ് എല്ലാം. ഇതെല്ലാം നമ്മൾ തന്നെയാണ് പോയി കാണുകയും കൈയടിക്കുകയും ചെയ്തത്. നമ്മൾ തന്നെയാണ് ഇതിന് റിവ്യൂസ് എഴുതിയത്, മനോഹരമെന്നും സുന്ദരമെന്നും. ഇത് നമ്മൾ ചിന്തിക്കണം. ഗുരുവിനെ വിശ്വസിക്കുന്ന, ഗുരുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന, ഗുരുവിന്റെ വക്താക്കളായ, ഗുരുധർമ്മം പ്രചരിപ്പിക്കാൻ മുതിർന്ന നമ്മൾ എല്ലാവരും ഈ കാലഘട്ടത്തിനനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച് കാര്യങ്ങൾ ചിന്തിക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സാമൂഹികമായ കടമകളുള്ള ഓരോ മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഗുരു നമ്മൾക്ക് ജീവിതത്തിലൂടെ അത് പകർന്നു തന്നതും അങ്ങനെയാണ്. ആ മരുത്വാമലയിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധമായ അസമത്വങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം ആ സ്വജീവിതത്തിലൂടെ പരിഷ്കരിക്കുകയായിരുന്നു, പരിഹരിക്കുകയായിരുന്നു, നമ്മൾക്ക് ആ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. പക്ഷെ നമ്മളെല്ലാം ഇന്ന് വിസ്മരിച്ചുകൊണ്ട്, ഈ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ സ്വാർത്ഥരായി, ആത്മചിന്തയിൽ മുഴുകി, ആത്മാനന്ദത്തിൽ മുഴുകി. നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള ഒരു കാര്യമേ വിസ്മരിച്ചു പോയി. നമ്മൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുമുള്ള നമ്മുടെ ഭരണഘടന നൽകുന്ന ആ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചു പോയി. നമ്മൾ അവകാശങ്ങളെ കുറിച്ച് ചോദിച്ചു വാങ്ങിക്കുമ്പോഴും നമ്മൾ തിരിച്ച് മൗലികമായ കർത്തവ്യങ്ങൾ നമ്മൾക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിനുള്ള ആ സമൂഹത്തിന് ഒരു സാംസ്കാരികമായ മൂല്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ മറന്നുപോയി. അങ്ങനെയുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മളെല്ലാം സ്വാർത്ഥരായി പോയി. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഈ തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നത്. ഇതൊരു ഈ പറഞ്ഞ തരത്തിൽ ഒരു ഫിസിക്കൽ വയലൻസ് മാത്രമാണ്. അതിൽ നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുന്നതും കുട്ടികളെ ശകാരിക്കുന്നതും എല്ലാം വയലൻസിന്റെ ഭാഗമാണ്. ഈ വെർബൽ വയലൻസ് എന്ന് പറഞ്ഞു മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഹിംസയാണ്. ഡൊമസ്റ്റിക്കൽ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, അതൊരു കുടുംബത്തിനകത്ത് മറ്റുള്ളവരെ നമ്മൾ പലതരത്തിൽ പ്രഷർ ചെയ്ത്, ഗാർഹിക പീഡനം എന്നൊക്കെ പറയും. ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു. അതുപോലെ കുട്ടികളെ മാനസിക സമ്മർദ്ദങ്ങൾ അവരിൽ ഉണ്ടാക്കി അവരെ വിഷമിപ്പിക്കുന്നു. ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിൽ വരുന്നതാണ്, ഹിംസയാണ്. അതായത് കുട്ടികൾ മാർക്ക് കുറഞ്ഞാൽ അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതും ഹിംസയാണ്. അതിൽ അവരെ മാനസികപരമായിട്ടുള്ള പലതരത്തിലുള്ള അവരുടെ കഴിവുകളെ അത് ഇല്ലാതാക്കും. ഇന്നുള്ള മാനസിക ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ പഠനങ്ങളാണ്. നമ്മളെല്ലാ അമ്മമാരും രക്ഷകർത്താക്കളും മനസ്സിലാക്കണം, ഇതും വയലൻസ് എന്നാ പറയുന്നത്, ഇമോഷണൽ വയലൻസ് എന്ന് പറയും. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു ആചാരം കാണും. ആ ആചാരത്തെ വളരെ ബോധപൂർവമായിട്ട് മറ്റുള്ളവർ അതിനെ എതിർത്താൽ അതൊരു ഇമോഷണൽ വയലൻസ്, അത് നമ്മളെ വൈകാരികമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. സൈക്കോളജിക്കൽ വയലൻസ് അതിനെ പറയുന്നത് നമ്മളെ ഭീഷണിപ്പെടുത്തും. ചില വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടായിരിക്കില്ല, ഒരു നോട്ടം കൊണ്ടായിരിക്കും ഒരു കുട്ടിയെ അച്ഛൻ ഭീഷണിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ താൻ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ഭീഷണിപ്പെടുത്തും. അതൊരു സൈക്കോളജിക്കൽ വയലൻസ്, അതും ഹിംസയാണ്. ഇത് ഹിംസ എന്ത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഹിംസാത്മകമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റൂ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഹിംസ എന്തെന്നുള്ളതിനെ വിശദീകരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും അത് ഹിംസയാണ്. ഈ ഹിംസയെ ഒരു 100% നമുക്ക് സ്വജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. എങ്കിലും ഏകദേശം സ്വജീവിതത്തിൽ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും അതിനുപരി തന്റെ ജീവിത സാഫല്യത്തിനും അതൊരു കാരണപാത്രമായി തീരും. അതുകൊണ്ട് ഈ ഹിംസ എന്ന് പറയുന്ന ഇതുപോലെ കാറ്റഗറി ചെയ്ത പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ഹിംസ എന്നുള്ള ഈ ഒരു സസ്യാഹാരം അത് ജീവകാരുണ്യ പഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തായാലും അത് പറയുന്നില്ല. അതെങ്ങനെയാണ് അസ്പൃശ്യതയെ ഉണ്ടാക്കിയത്? മനുഷ്യ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം മനുഷ്യരെ ഗ്രാമത്തിന് പുറത്താക്കിയ ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതെങ്ങനെയാണ് ഈ വെജിറ്റേറിയനിസം അല്ലെങ്കിൽ ഈ സസ്യാഹാര നിഷ്ഠ, അഹിംസ, അത് എങ്ങനെയാണ്
ഈ അസ്പൃശ്യത ഉണ്ടാക്കിയെന്നുള്ളത് അത് ഒരു ജീവകാരുണ്യ പഞ്ചകവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇതിപ്പോ എന്തായാലും ഇവിടെ പറയുന്നത് എന്തായാലും ഈ ഒരു അഹിംസാവാദം, ഈ വെജിറ്റേറിയനിസം ഒരു സമയത്ത് അസ്പൃശ്യതയിലേക്ക് മനുഷ്യനെ കടത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അതായിരുന്നു, ആ ജാതീയപരമായ വ്യവസ്ഥിതി ഉണ്ടായപ്പോൾ. അതുപോലെ തന്നെ ഗുരു പറഞ്ഞിട്ടുണ്ട് വെർബൽ വയലൻസ് എന്ന് പറഞ്ഞു. നമ്മൾ ഈ ചോദിക്കുകയും പറയുന്ന, പണ്ട് ജാതി ചോദിക്കുന്നത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴും പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഒരു മനുഷ്യനെ മാനസികമായിട്ട് തകർക്കുന്നത് അവഗണനയാണ്, അവനെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ്, അവന്റെ ആത്മാഭിമാനത്തെ നിന്ദിക്കുന്നതാണ്, അവനിൽ ഈ ഹിംസാത്മകമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് കടക്കാൻ, ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവന്റെ വാക്കുകളിലൂടെ ഇത് പുറത്തു വരാൻ കാരണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾ മുതൽ തുടങ്ങും. നമ്മൾ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അവരെ പരിഹസിക്കും, നീ എന്തിനാണ് പഠിക്കുന്നത്, നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ അത് ആത്യന്തികമായിട്ട് ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള പല കഴിവുകളെയും അത് കെടുത്തു. അവനെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യും നമ്മൾ. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ സ്കൂൾ തുറക്കുന്ന കാലം ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാല് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യും നമ്മുടെ മക്കളെ. അവൻ നല്ലവണ്ണം പാടും, അപ്പൊ നിനക്ക് പാടാം, നിനക്ക് ഒരു ഗുണങ്ങളും ഇല്ല, നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആ കുട്ടിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാനുള്ള, മനുഷ്യനെ ചേർത്ത് നിർത്താനുള്ള, മനുഷ്യനെ സഹായിക്കാനുള്ള വലിയ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ മറ്റു ബാഹ്യ ഗുണങ്ങൾ വെച്ചിട്ട് അവന്റെ എല്ലാ ഗുണങ്ങളെയും ഒരു നിമിഷം കൊണ്ട് തല്ലിച്ചതച്ച് കളയും, അതിനെ മനസ്സിലാക്കാതെ. ഇത് അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്, സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അവൻ പഠിക്കുന്ന കലാലയങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ കുട്ടികളിൽ മാനസികപരമായ ആഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്നിപ്പോൾ നമ്മൾക്കറിയാം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രഷറാണ്. മാനസികപരമായിട്ട് അവരെ ടോർച്ചർ ചെയ്യണം. അവർ പറയുന്ന രീതിയിലുള്ള ആ ഒരു എയിമിൽ അവർക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അവരെ മാനസികമായി ടോർച്ചർ ചെയ്യും. അത് ഹിംസയാണ്. ഒരു മനുഷ്യനെയും മനസ്സിലാക്കാതെ ഇത് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞു, അരുളില്ലതെങ്കിൽ എന്ന് പറഞ്ഞല്ലേ, ഇരുള് അരുളിനെ ഇല്ലാതാക്കുന്ന അനുകമ്പാ ദശരഥി പറഞ്ഞു. നമ്മുടെ അറിവില്ലായ്മയാണ് ഈ സഹാനുഭൂതി എന്ന് പറയുന്ന ഈ വലിയ ഗുണത്തെ ഇല്ലാതാക്കുന്നത്. ഈ സഹാനുഭൂതിയുടെ അഭാവമാണ് മറ്റു മനുഷ്യനെ നമ്മൾക്ക് ഏത് തരത്തിലും ഉപദ്രവിക്കാൻ, ദേഷിക്കാൻ, കൊല്ലാൻ, ശാരീരികമായാലും മാനസികപരമായാലും, നമ്മുടെ വാക്കുകളിലൂടെ ആയാലും നോക്കുകളിലൂടെ ആയാലും. നമ്മുടെ ചിരി പോലും മറ്റുള്ളവർക്ക് ഉണ്ടാക്കുമെങ്കിൽ ചിരിക്കരുതെന്ന് പറയും. അപ്പോൾ അതുപോലും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ഏത് തരത്തിലുള്ള പ്രവൃത്തിയും അത് ഹിംസയാണ്, അത് ചെയ്യരുതെന്നാണ്. അപ്പോൾ അതിന് കാരണമായിട്ടിരിക്കുന്നത് ഇരുളാണ്. അനുകമ്പാ ദശകത്തിൽ ഗുരു പറയും, ഇരുള് അൻപിനെ മാറ്റും, അല്ലലിൻ കരുവാകും. എല്ലാ തരത്തിലുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങൾക്കും അത് കാരണമായി മാറും. ഈ അരുളെന്ന് പറയുന്ന ഇതിനെ ഇരുള് കൊണ്ട് ഇല്ലാതാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹത്തില് ഇന്ന് ലോകത്തില് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടി മനുഷ്യനെ ഭീതിയിലാക്കുമ്പോൾ, മതത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിത്തല്ലി മരിക്കുമ്പോൾ, രാഷ്ട്രീയത്തിന്റെ പേരിൽ സഹോദരങ്ങളെ പോലും കൊല്ലുമ്പോൾ, മനുഷ്യനെ നയിക്കേണ്ടത് നമ്മൾ മാതൃകാപരമായിട്ട് മനുഷ്യനെ ഗുരു നമ്മൾക്ക് വെളിച്ചമായി ഒരു ജീവിതം നമ്മൾക്ക് പോയിട്ട് വരാം, മറ്റവന് വരാൻ കഴിയുന്നില്ല. എനിക്കറിയണ്ട, ഞാൻ ചെറുതിലെ നല്ലോണം ഇനി എല്ലാവർക്കും അറിയാം. എവിടെ നീ ഈടിയല്ലല്ലോ എറണാകുളത്ത് പോയിട്ട് നിൽക്കുന്ന നിന്ന അറിയുന്നില്ല. അനുകമ്പയാണ് നമ്മൾ സംസാരിക്കുന്നത്. അറിവില്ലാത്തവരോട് അനുകമ്പയോട് പെരുമാറണമെന്നാണ് ഗുരു പഠിപ്പിച്ചത്. നമ്മൾ വൈകാരികമായി സംസാരിക്കുന്നത്. അവര് നിലവിൽ ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല അത് മ്യൂട്ട് ആയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് കിട്ടണ്ടോണ്ടുള്ള റൂമിൽ എന്തോ സംസാരിക്കണം. നമ്മളതിനെ ശ്രദ്ധിക്കണ്ട. ചെയ്യാനുള്ളത് ഇന്ന് കാലത്തിന് അഹിംസാത്മകമായ ഒരു ജീവിതത്തിന്റെ ആവശ്യമുണ്ട്. ഇതിന് സാമൂഹികപരമായ ഗുണങ്ങളുമുണ്ട്, അതുപോലെ ആത്യന്തികമായിട്ട് ആത്മീയപരമായ ഗുണങ്ങളുമുണ്ട്. ഇനി
ഇത്രയും നേരം പറഞ്ഞത് ഈ ബാഹ്യമായി സമൂഹത്തെ എത്രത്തോളം ഇത് സ്വാധീനിക്കുന്നു. നമ്മുടെ കുട്ടികളെന്ന് എടുത്തു പറയാൻ കാണുന്നത് ഈ കുട്ടികളാണ് സമൂഹത്തിന്റെ അടുത്ത, ഈ ഒരു സമൂഹം എങ്ങനെയായി മാറണം, ഈ സമൂഹത്തിന്റെ നെടുന്തൂണുകളായി മാറേണ്ട ഈ വരും തലമുറയിലെ കുട്ടികളാണ്. നമ്മളെല്ലാവരും കുറച്ച് സമയം കഴിഞ്ഞ് ഈ ഭൂമി ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. നമ്മുടെ ഈ കുഞ്ഞു മക്കൾ ഇവിടെ ജനിച്ച് ഇനി വലിയ ആളുകളായി വലിയ നിലയിലെത്തുമ്പോൾ അവർ അഹിംസാത്മകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ സമൂഹത്തിനും അതിൻ്റെതായ തരത്തിലൊരു സംസ്കാരം രൂപപ്പെടും. ആ സംസ്കാരത്തിലൂടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ കുടുംബങ്ങളും ആ സംസ്കാര സമ്പന്നമായ ഈ അഹിംസാത്മകമായ ഈ ധാർമ്മിക മൂല്യത്തോടു കൂടി ജീവിക്കാൻ പ്രേരിതരാകും, അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവും. അത് ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ ജനറ്റിക്കലി ഉള്ള പഠനങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിലും ഒക്കെ നോക്കുമ്പോൾ 1981 എന്ന് തോന്നുന്നു അനിമൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റ്സ് നമുക്കറിയാം. ഈ മൃഗങ്ങളുടെ സംരക്ഷക വാഹകരായിട്ട് ഇന്ന് സമൂഹത്തിൽ ധാരാളം ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അത് ഇന്ന് മനുഷ്യർ ഒരു പട്ടിക്കുട്ടിയോ ഒരു പൂച്ചയോ ഒന്നിനെയും നമ്മൾക്ക് ഒന്ന് ഉപദ്രവിക്കാൻ കഴിയില്ല. അവരെ ഉപദ്രവിച്ചാൽ പോലും ചോദിക്കാൻ ഇന്ന് മനുഷ്യരുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ പരിണാമഘട്ടത്തിൽ ചിലപ്പോൾ നൂറ്റാണ്ടുകളോ ദശലക്ഷം വർഷങ്ങൾ കൊണ്ടോ ആയിരിക്കും അവന്റെ ബ്രെയിനിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നത്. ഈ ഒരു പരിണാമ ദിശയിൽ ഇന്ന് മനുഷ്യന്റെ ബ്രെയിനിൽ അനുകമ്പ എന്നുള്ള ഒരു ഗുണം, കൈൻഡ് എന്നുള്ള ആ കൈൻഡ്നെസ് ഇന്ന് എല്ലാ മനുഷ്യരിലും നമ്മുടെ കുട്ടികളിൽ കാണാൻ കഴിയും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയാസിൽ കണ്ടാൽ കാണാം. ഏതെങ്കിലും ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഏത് പ്രദേശത്തും ആയിക്കോട്ടെ, അവനൊരു രോഗം വന്ന് ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ ഏതെങ്കിലും തരത്തിലൊരു ദുഃഖം ഉണ്ടായാൽ അവനെ സമാധാനിപ്പിക്കാൻ, അവനെ ആശ്വസിപ്പിക്കാൻ, അത് സമ്പത്ത് കൊണ്ടോ മറ്റേത് കാര്യങ്ങൾ കൊണ്ടോ അവനെ ആശ്വസിപ്പിക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മനുഷ്യർ തയ്യാറാകുന്നുണ്ട്. കൂടുതൽ മനുഷ്യൻ കൈൻഡായിട്ട് വരികയാണ്, അവൻ സഹാനുഭൂതി ഉള്ളവരായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ ജീവിതത്തിൽ ആ കുഞ്ഞു നാണുവായിരിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കാണാം ആ സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു ഗുണം. ഇത് കാരുണ്യം എന്നുള്ള ഗുണമല്ല, ഇത് സഹാനുഭൂതിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം. അന്യന്റെ ദുഃഖം തന്റെ ദുഃഖമായി മാറണം, അതുപോലെ അന്യന്റെ സുഖം തന്റെ സുഖമായി മാറണം. അതാണ് ആത്മോപദേശ ശതകത്തിൽ പരോപകാരം എന്നുള്ള ഭാഗത്ത് ഗുരു പറയുന്നത്. തനിക്ക് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ തന്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്കും പ്രയോജനമുള്ളതായി മാറണം, മറ്റുള്ളവർക്ക് ദുഃഖമില്ലാത്തതായി മാറണം. അവിടെ മറ്റുള്ളവനെ സഹായിക്കാനല്ല, അതിനെ മാത്രമല്ല അവിടെ പറയുന്നത്. തന്റെ ചിന്തയിലോ പ്രവൃത്തിയിലോ വാക്കിലോ വിചാരത്തിലോ നോട്ടത്തിൽ പോലും മറ്റുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകരുത്, ദുഃഖമുണ്ടാവരുത്. ഇതെല്ലാം മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമാണ്. നമ്മൾ നിന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും ദൈവദശവും ചൊല്ലാറുണ്ട്. നമ്മളെല്ലാവരും ദൈവദശവും വലിയീണത്തിൽ ചൊല്ലുന്നു. ദൈവമേ കാത്തുകൊള്ളുകയെന്ന് കൈവിടാതെ ഞങ്ങളെ എന്ന് നിത്യവും ചൊല്ലും. നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞു നമ്മൾക്ക് ശാന്തിക്കായിട്ട്, നമ്മുടെ ജീവിത അഭിവൃദ്ധിക്കായിട്ട്, നമ്മുടെ എല്ലാ തരത്തിലുള്ള പുരോഗതിക്കായിട്ട് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. ഈ പ്രാർത്ഥനയെ ചൊല്ലി നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ, നമ്മൾ ഇഷ്ടമല്ലാത്ത വ്യക്തിയെ കണ്ടാൽ, നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ കേട്ടാൽ നമ്മൾ അസ്വസ്ഥരാകും, പരിഭ്രാന്തരാകും, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ശാന്തി ഇല്ലാതാവും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശാന്തി എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് മറ്റു വ്യക്തികളെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയിൽ ഇത് വലിയൊരു തോതിലും ഉണ്ടാകുന്നത്. നമ്മൾക്ക് ധ്യാനാത്മകമായിട്ട് ഇരിക്കാൻ പറ്റും. ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സമൂഹം ഇതേപോലുള്ള ഹിംസാത്മകമായിട്ടുള്ള ക്രൂരമായ മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമൂഹമാണെങ്കിൽ ഒരു കാലത്തും, ഏത് കാലത്തായാലും, ഏത് തത്വജ്ഞാനം പഠിച്ചാലും, ഏത് ആത്മവിചാരം ചെയ്താലും നമ്മൾക്ക് ആ സമൂഹത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സമാധാനം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലായാൽ പോലും ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ നമ്മളെ മക്കൾ, അച്ഛനമ്മമാർ എല്ലാവരും അല്ലെങ്കിൽ ബന്ധുക്കൾ എല്ലാവരും പല സ്വഭാവക്കാരാണ്, പല ജീനുകളാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ പോലും ഒരേപോലെയുള്ള അഭിപ്രായങ്ങളുള്ളവർ കാണണമെന്നില്ല. ആ അഭിപ്രായ വ്യത്യാസം പോലും ആ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കും, സമാധാനക്കേടുണ്ടാക്കും, അശാന്തി ഉണ്ടാക്കും. അപ്പോൾ ഒരു കുടുംബത്തിലുള്ളവരിൽ ഒരു സാംസ്കാരിക മൂല്യത്തെ അത് ആന്തരികമായി ഉണ്ടാക്കിയെടുക്കണം. അത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ മൂല്യബോധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ മൂല്യബോധങ്ങളെയാണ് ഇന്ന് ആധുനിക കാല ധാർമ്മികത എന്ന് പറയുന്നത്. ഇതിനനുസരിച്ചൊരു
സമൂഹത്തെ കെട്ടിപ്പടുക്കണം. ഒരു സമൂഹത്തിൽ ഈ ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഈ മൂല്യങ്ങൾ ഉണ്ടാവണം. ഈ പറഞ്ഞ സഹാനുഭൂതിയും സ്നേഹവും സാഹോദര്യവും പരോപകാരവും ഇങ്ങനെയുള്ള അനവധി ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്ക് കഴിയണം. ഇതെല്ലാം ഗുരുവിന്റെ മൂർധന്യ രൂപമായിരുന്നു, ഗുരുവിന്റെ സ്വരൂപമായിരുന്നു. ഗുരുവിന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്കത് കാണാനും കഴിയും. പക്ഷെ ഗുരുവിന്റെ വിശ്വാസികളായ, ഗുരുവിന്റെ ഭക്തരായ, ഗുരുവിന്റെ ആരാധകരായ, ഗുരുവിനോട് കടപ്പാടുള്ള, സ്നേഹമുള്ള നമ്മുടെ ജീവിതത്തിൽ 1% പോലും നമ്മുടെ പ്രവൃത്തിയിലോ ചിന്തയിലോ വാക്കിലോ ഉണ്ടായില്ല. ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ സമൂഹം ഒരിക്കലും ഇത്തരത്തിലുള്ള ബലികൾ നടക്കുന്ന, ഇത്തരത്തിൽ ക്രൂരതകൾ നടക്കുന്ന ഒരു സമൂഹമായി മാറില്ലായിരുന്നു. ഇതിന്നും സമൂഹത്തിൽ നടക്കുന്നു. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വ്യക്തിനിഷ്ഠമായിട്ട് നമ്മളിൽ ആ പരിവർത്തനം ഉണ്ടാകണം. അത് ആന്തരികമായ സംസ്കരണമാണ് മനസ്സിന്റെ. നമ്മൾക്ക് എല്ലാവർക്കും ദേഷ്യം വരും, വെറുപ്പ് വരും, വിദ്വേഷം വരും. ഒരു പരിധി വരെ ഈ മൂല്യത്തെ, ആ ഗുരുവെന്ന ആ വലിയൊരു മൂല്യത്തെ നമ്മൾ ഹൃദയത്തിൽ ആവാഹിച്ചാൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾക്കും ശ്രമിക്കാം. ആ മഹാഗുരു നമ്മൾക്ക് കാട്ടിത്തന്ന, ആ മഹാഗുരു നമ്മൾക്ക് വെളിച്ചമായ തരത്തിൽ എങ്ങനെയാണോ ജീവിക്കാൻ നമ്മളെ അനുശാസിച്ചത്, പ്രേരിപ്പിച്ചത്, ആ തരത്തിൽ നമ്മൾക്കും ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമ്മൾക്കും ആ ഒരു സംസ്കരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാം. ആ ഒരു സംസ്കരണം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, അതേപോലുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ അതുപോലെ ഒരു സംസ്കരണം ഉണ്ടായ ഒരു കുടുംബത്തിൽ ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഇതുപോലുള്ള കുടുംബങ്ങൾ കൂടുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ ഇതുപോലുള്ള കുടുംബങ്ങളാണെങ്കിൽ ആ സമൂഹത്തിലും ഈ ഒരു സംസ്കരണം നടക്കും. ഈ മൂല്യ ബോധമുള്ള, ധാർമ്മിക മൂല്യ ബോധമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സമൂഹം ചേരുമ്പോഴാണ് ഒരു ആഗോള സമൂഹം രൂപപ്പെട്ടു വരുന്നത്. ആ ആഗോള സമൂഹമാണ് ഗുരു കണ്ട ആ ഏകലോകം. സോദരത്തേന വാഴുന്ന ആ ഒരു ഏകലോകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ ധാർമ്മിക മൂല്യമുള്ള ഈ ഒരു അഹിംസാത്മകമായ ജീവിതത്തെ നമ്മൾ നയിച്ചാൽ ഇത്തരത്തിൽ ഒരു ലോകത്തെ നമ്മൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ലോകത്തിൽ മാത്രമാണ് ശാന്തിയും സമാധാനവും ഈ പറഞ്ഞ തരത്തിലുള്ള അഹിംസാത്മകമായിട്ടുള്ള സഹാനുഭൂതിയോടുകൂടിയ, അനുകമ്പയോടുകൂടിയ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ പറ്റൂ. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മാത്രമേ സോദരത്തേന എന്നുള്ള പദം അന്വർത്ഥമാകും, സാഹോദര്യം എന്നുള്ള പദം അന്വർത്ഥമാകും. അതിന് ഇന്നും തടസ്സമായിട്ടിരിക്കുന്നത് ജാതി, മതം, രാഷ്ട്രീയം, രാജ്യം, ഈ തരത്തിലുള്ള എല്ലാ ഗ്രൂപ്പുകളും സംഘടനകളും എല്ലാം ഇത് പ്രതിബന്ധങ്ങളാണ്. ഈ സാഹോദര്യത്തിന്, പരസ്പര സ്നേഹത്തിന്, പരസ്പരം സഹായിക്കുന്നതിനെല്ലാം ഇത് പ്രതിബന്ധങ്ങളാണ്. അതില്ലാതാവണമെന്നുണ്ടെങ്കിൽ വിശ്വ പൗരൻ എന്നുള്ള ഗുരുവിന്റെ ആ മഹാസങ്കല്പത്തിലേക്ക് നമ്മളെല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ, നമ്മളെല്ലാം ഈ ഒരു പ്രപഞ്ച മാതാവിന്റെ മക്കളാണെന്നുള്ള താല്പര്യത്തില്, നമ്മളെല്ലാവരും സഹോദരരാണെന്നുള്ള താല്പര്യത്തിൽ, ഒരു വിശ്വ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഈ മൂല്യങ്ങളോടൊപ്പം രൂപപ്പെട്ടു വന്നാൽ പരസ്പരം സ്നേഹിക്കുന്നതിന്, ആ സ്നേഹത്തിന്, അതിന്റെ ആധിക്യത്തിന് കുറവുണ്ടാവില്ല. നമ്മൾ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള അച്ഛനെയും അമ്മയെ സ്നേഹിക്കത്തില്ല. നമ്മൾ സ്വന്തം കുടുംബത്തിലെ സഹോദരന്മാരെ സ്നേഹിക്കും പോലെ മറ്റുള്ളവരെ അത്രത്തോളം സ്നേഹിക്കത്തില്ല. അവിടെ ആ കുടുംബം അതിനൊരു പ്രതിബന്ധമായിട്ട് നിൽക്കും. അതുപോലെ നമ്മുടെ സമുദായം എന്ന് പറയുന്ന സമുദായത്തിലുള്ളവരെ സ്നേഹിക്കും പോലെ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അത് സമുദായ പ്രതിബന്ധമാണ്, ഗ്രൂപ്പ് പ്രതിബന്ധമാണ്. ഇതൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഇന്നുള്ള പഠനങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ ആ രാഷ്ട്രീയ പാർട്ടിയിൽ സ്നേഹിക്കുന്നവരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കില്ല. അവരെ വേണമെങ്കിൽ വെറുക്കും, അവരെ ദേഷിക്കും, അവരെ വേണമെങ്കിൽ ക്രൂരമായി മർദ്ദിക്കും. അതിന് ഈ ഒരു ഗ്രൂപ്പാണ് അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്, തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ള മതത്തിലെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തം മതത്തിലുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ചേർത്ത് നിർത്താനും ശ്രമിക്കും. മറ്റുള്ളവരെ മതത്തിനെ സ്നേഹിച്ചാൽ ഇത്രത്തോളം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ താല്പര്യം. ഇതെല്ലാം മാറണം. സ്വന്തം രാജ്യത്തെ നമ്മൾ രാജ്യാഭിമാനം, ദേശീയത എന്നൊക്കെ പറയും. അത് വേണ്ട എന്നുള്ള സ്വന്തം സംസ്ഥാനമാകട്ടെ, സ്വന്തം ഭാഷയാകട്ടെ, സ്വന്തം രാജ്യമാകട്ടെ, അതിനോട് നമുക്ക് അമിതമായ സ്നേഹവും എല്ലാം ഉണ്ടാകാം. പക്ഷേ അതിൽ അന്ധമായ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അതിൽ ആ അന്ധമായ താല്പര്യങ്ങൾ ഒരിക്കലും മറ്റു മനുഷ്യരെ ദ്രോഹിക്കാനോ മറ്റു മനുഷ്യനെ വെറുക്കാനോ കാരണമായി തീരരുത്. ഇത് മാത്രമാണ് ഇന്ന് ലോകം ചിന്തിക്കുന്നത്, ഗുരു വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് ജാതി, മതം, രാജ്യം, രാഷ്ട്രീയം ഇതെല്ലാത്തിനുപരി അഹിംസാത്മകമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്താൽ ലോകത്തിൽ ശാന്തി ഉണ്ടാകും. ഈ ശാന്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തുണ്ടാകും?
വ്യക്തിനിഷ്ഠമായി നമ്മൾക്ക് എന്തുണ്ടാവും? ഇവിടെയാണ് ഗുരു നമ്മോട് വിളിച്ചു പറയുന്നത്, ഇത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. ഈ നവാക്ഷരി എന്ന് പറയുന്ന അരുളുള്ളവനാണ് ജീവി, ഈ അനുകമ്പ എന്നുള്ള, ഈ അഹിംസ എന്നുള്ള ആധുനിക കാല മാനവികത എന്ന് പറയുന്ന ഈ അനുകമ്പയെ തന്നെയാണ് ഗുരു ജീവകാരുണ്യ പഞ്ചകത്തിലും അനുകമ്പ ദശകത്തിലും അഹിംസ എന്നുള്ള ആ തത്വത്തിന്റെ മൂർധന്യ രൂപമായിട്ട് കാണിച്ചിരിക്കുന്നത്. അനുകമ്പ എന്ന് പറയുന്നത് നമ്മളെ മാനസികമായ ഒരു വികാരമാണ്. അത് മറ്റു കൈക്രിയകൾക്കുപരി ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് ഇതിൽ ഉൾപ്പെടും. ഇതിന്റെ താല്പര്യം ഇതാണ്, അനുകമ്പ എന്നുള്ളൊരു ഗുണം അത് നമ്മളിൽ അത് ആത്യന്തികമായിട്ട് ജീവിത സാഫല്യത്തെ നൽകുന്നതാണ്, ജീവിത വിജയത്തെ നൽകുന്നതാണ്. ആ പരമകാരുണികനായ ഗുരുവിലേക്ക് ചേരാൻ വഴിയൊരുക്കുന്നതാണ്. ഇത് ജീവതാരകം എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമതകളിൽ നിന്നുള്ള മോചന മന്ത്രമാണ്. ഇത് ഉരുവിട്ടിയിടുക, ഇത് നിരന്തരം അരുളുള്ളവനായി ഇരിക്കാൻ പറയുകയാണ്, ഹൃദയത്തിൽ മനനം ചെയ്യാൻ പറയുകയാണ്. എപ്പോഴും നമ്മളുടെ ഉള്ളിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു വികാരമാണ്, ഈ ധാർമ്മിക മൂല്യമാണ് ഈ അനുകമ്പ എന്ന് പറയുന്ന ഗുണം. ഈ അനുകമ്പ എന്ന് പറയുന്നത് ഈ അഹിംസാത്മകമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവൂ. ഈ അനുകമ്പയുടെ ഏറ്റവും പൂർണ്ണമായ രൂപമാണ് സഹാനുഭൂതി. അത് മന്യന്റെ, ഇന്ന് ഇസ്രായേലിൽ ഒരു കുഞ്ഞു മകൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി, അല്ലെങ്കിൽ പലസ്തീനിൽ ഒരു കുഞ്ഞു കുട്ടി ആ യുദ്ധത്തിന്റെ കെടുതിയിൽ നൊന്തു വീണാലും പിടഞ്ഞു വീണാലും ചോര ചിന്തിയാലും നമ്മുടെ ഹൃദയത്തിൽ ആ വേദന ഉണ്ടെങ്കിൽ അത് സഹാനുഭൂതിയാണ്, അത് അനുകമ്പയാണ്. ഏതെങ്കിലും ലോകത്ത് ഇന്ന് പ്രജ്ഞാനാനന്ദ ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ചാമ്പ്യൻ ആയപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു സന്തോഷം നമ്മുടെയും സന്തോഷമായാൽ അത് സഹാനുഭൂതിയാണ്. ഇതാണ് സഹാനുഭൂതിയുടെ ഏറ്റവും വലിയ നിർവചനം. ഇതിന് ഏറ്റവും വലിയ നിർവചനമാണ് ഗുരുവിന്റെ ജീവിതം, ഗുരുവിന്റെ ഉപദേശങ്ങൾ, ഗുരുവിന്റെ ദർശനങ്ങൾ. അങ്ങനെ ജീവിച്ച് സമാധി അടഞ്ഞ ഒരു ഋഷീശ്വരന്മാരെ പോലും, ഒരു ദൈവങ്ങളെ പോലും നിങ്ങൾക്ക് ചരിത്രത്തിൽ തപ്പിയാൽ കാണാൻ കഴിയില്ല. ബുദ്ധ ഭഗവാൻ പോലും പറയും, നമ്മളെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചാക്രമിക്കാം. നമ്മൾ ഭക്ഷിക്കാം, കൊല്ലല്ലേ. നമ്മൾ കൊല്ലാതെ, അത് ബുദ്ധ മതത്തില് ഒരു വിഭാഗം ആൾക്കാർ പറയാണ്, അവര് മാംസം കഴിക്കും ഒരു വിഭാഗം ആൾക്കാർ, പക്ഷെ അവർ കൊല്ലില്ല. അത് അഹിംസ എന്നാണ് അഹിംസ എന്ന് അവർ പറയുന്നത്. എന്ന് വെച്ചാല് കൊല്ലില്ല, പക്ഷെ അവർ കഴിക്കും. അതാണ് തിന്നാവ്രതം ഉത്തമമാം അതിലും എന്ന് ഗുരു ജീവകാരുണ്യ പഞ്ചകത്തിൽ പറയുമ്പോൾ അതിനെയും ഖണ്ഡിക്കുകയാണ്. തിന്നുന്നതാണ് ഏറ്റവും വലിയ ഹിംസ എന്ന് പറയുന്നത്. നമ്മൾ തിന്നുന്നത് കൊണ്ടാണ് മനുഷ്യൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് ഈ പാവപ്പെട്ട മൃഗങ്ങളെ വളർത്തി കൊന്നു തള്ളുന്നത്. അത് ഹിംസയാണ്. അത് നമ്മൾ ഈ ഉപഭോക്താക്കളായ നമ്മളില്ലെങ്കിൽ ഒരിക്കലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത്രയും മൃഗങ്ങളെ ക്രൂരമായിട്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം ഈ മൃഗങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളത്. നമ്മളെയാണ് അങ്ങനെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സഹിക്കില്ല. അതിന് മനസ്സ്, നന്മ ഉള്ള മനസ്സ് വേണം, ഈ സഹാനുഭൂതിയുള്ള മനസ്സ് വേണം. ഏത് മനുഷ്യനും അഹിംസയിലേക്ക്, ക്രൂരതയിലേക്ക് കടക്കുന്നതിന്റെ പ്രധാന കാരണം, ഇന്ന് ആധുനിക സയൻസും മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്ന പ്രധാന കാരണം ഈ പറഞ്ഞ സഹാനുഭൂതിയുടെ അഭാവം. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇതിന്റെ അഭാവമാണ് മനുഷ്യനെ ഈ ഹിംസാത്മകമായ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഭൗതികമായ സുഖം ഉണ്ടാകണമെങ്കിലും ആധ്യാത്മികമായ ജീവിത മൂല്യത്തോടൊപ്പം ആ ജീവിത സാഫല്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അഹിംസാത്മകമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ അനുഷ്ഠിച്ചേ മതിയാകൂ. അത് നമ്മുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ലോകത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ വരും തലമുറയായ, നമ്മുടെ സ്വപ്നമായ, നമ്മുടെ പുണ്യമായ നമ്മുടെ മക്കളുടെ ആവശ്യമാണ്. അതിനുപരി ഗുരു വിഭാവനം ചെയ്ത, ഗുരു സ്വപ്നം കണ്ട, ഗുരു അവതരിച്ച ആ ഒരു ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പോലും പേരിൽ കലഹിക്കാത്ത, സോദരത്വേന സ്നേഹത്വേന പരസ്പരം സഹായിച്ച് വാഴുന്ന ആ ഒരു മാതൃകാ ലോകത്തിന് ഇത് ആവശ്യമാണ്. അതിന് നമ്മൾ എല്ലാവരും അതിന് തയ്യാറാകണം. ഈ ഒരു ധാർമ്മിക കൃതിയെ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യത്തെ, ഈ ഒരു ധർമ്മത്തെ
അനുഷ്ഠാനപ്രദമായ ധർമ്മം എന്നാ പറഞ്ഞു ഈ അഹിംസ. ഇതിൽ തന്നെയാണ് സത്യം അസ്തേയം ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. മറ്റുള്ളവരെ വഞ്ചിച്ച് നമ്മൾ കാശുണ്ടാക്കുമ്പോൾ അതും ഹിംസയാണ്. ഒരാളോട് കള്ളം പറയുമ്പോൾ, തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറയുമ്പോൾ അതും ഹിംസയാണ്. മദ്യപാനം അതും ഹിംസയിലേക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനെ അവന്റെ ബോധത്തേക്ക് എടുത്തിട്ട് മറ്റുള്ളവരെ ക്രൂരതയിലേക്ക് നയിക്കുന്നത് ഈ മദ്യപാനം തുടങ്ങിയ ഈ മയക്കുമരുന്നുകൾ തുടങ്ങിയ ഈ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളാണ്. ഇതൊക്കെ പഠനങ്ങളാണ്. നമ്മൾ ഈ വയലൻസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ വയലൻസ് സമൂഹത്തിൽ കൂടി വരുന്നത്, ഇതിന്റെ തോത് പ്രതിവർഷം 1.6 മില്യൺ മനുഷ്യരാണ് മരിക്കുന്നതെന്ന് പറഞ്ഞത്. അതായത് 1.6 ദശലക്ഷം മനുഷ്യരാണ് പ്രതിവർഷം ഈ ഹിംസ എന്ന് പറയുന്ന വയലൻസ് എന്ന് പറയുന്ന തരത്തിൽ കൊല്ലപ്പെടുന്നത്. യുദ്ധങ്ങൾക്കുപരി ഇത് ഒരിക്കലും സമാധാനപൂർണമായ ലോകത്തിന് ഇത് ഒരിക്കലും യോജിച്ച ഒന്നല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ, ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യം ലോകത്തിലെ 162 167 രാജ്യങ്ങൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നമ്മൾ അറിയണം. കഴിഞ്ഞ വർഷം 162 167 രാജ്യം ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ആ 162 167 രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം, പൈതൃകങ്ങൾ ഉറങ്ങുന്ന രാജ്യം, ഗുരു അവതരിച്ച രാജ്യം 136ാമത്തെ സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷമായപ്പോൾ അത് 126 ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനും ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്ന ഇറാനും മറ്റുള്ള സ്ഥലങ്ങളുമാണ് 160 മുകളിൽ നിൽക്കുന്ന, പാകിസ്ഥാൻ ഉൾപ്പെടെ. അവിടെ ശാന്തി എന്തെന്ന് മനുഷ്യർ അറിയുന്നില്ല, സമാധാനം എന്തെന്നുള്ളത് മനുഷ്യൻ അറിയുന്നില്ല, അവന് സ്വാതന്ത്ര്യം പോലുമില്ല. അവന്റെ മത ആചാരങ്ങൾക്കാകട്ടെ, അവന് ബാഹ്യമായ വിദ്യാഭ്യാസത്തിനാകട്ടെ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അവസാന കാറ്റഗറിയിലുള്ള രാജ്യങ്ങൾ, ഇത് പല അടിസ്ഥാനത്തിലാണ് ഇതിനെ ഈ സമാധാനത്തെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നമ്മളുടെ രാജ്യം 126. ഇവിടെ നമ്മൾ ചിന്തിക്കണം എത്രത്തോളം മനുഷ്യന് ഈ കാണുന്ന നമ്മുടെ സഹോദരരായ ഏത് മതവിശ്വാസികളായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യരായിക്കോട്ടെ, ഏത് മനുഷ്യരായിക്കോട്ടെ, നിരീശ്വരവാദികളായിക്കോട്ടെ, മാനസിക രോഗികളായിക്കോട്ടെ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആരും ആയിക്കോട്ടെ, ഇവരെ എല്ലാവരെയും വെച്ചിട്ടാണ് പഠനം നടത്തുന്നത്. ഇവിടെ സമാധാനം 126%. ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളാണ് ആ കാറ്റഗറിയിൽ ഏറ്റവും ആദ്യങ്ങൾ നിൽക്കുന്നത്. ഐസ്ലാൻഡ്, ഇങ്ങനെയുള്ള അവിടെയൊക്കെ സത്യത്തിൽ മതം എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഇല്ല. അവിടെയൊക്കെയാണ് സമാധാനത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രഥമ ഗണനയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് പറഞ്ഞു വന്നതിന് ഒരു താല്പര്യം കൂടെ. ഈ സമാധാനം എന്ന് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ പീസ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ഇന്ത്യൻ നാഷണൽ പീസ് ഡേ UN പോലുള്ള ഐക്യരാഷ്ട്രസഭ ലോക സമാധാന ദിനമായിട്ട് അവർ നിർവചിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏതെന്ന് പറയാമോ ഈ ഗ്രൂപ്പിലുള്ള ആരൊക്കെങ്കിലും? എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും ഇത് ഒരു ആഗോള തലത്തിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഏത് ദിവസം എന്നറിയാം? ഒക്ടോബർ 2. ഒക്ടോബർ 2. പിന്നെ വേറെ ആളുകൾ ഓരോരുത്തർ പറയാ. ആരുമില്ല. 36 പേരെ കാണിക്കുന്നു. എല്ലാ വർഷവും ഉണ്ട്. നമ്മുടെ വർഷം എത്ര? ഒക്ടോബർ 24. ഒക്ടോബർ 24. അത് രണ്ടുമല്ല സത്യത്തില്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇനി വരുമ്പോൾ അത് ശ്രദ്ധിക്കണം, അത് എന്നാണ് വരുന്നതെന്നുള്ളത്. പറയട്ടെ അപ്പൊ? ആരും മിണ്ടുന്നില്ലല്ലോ, എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട്. എന്തായാലും നമ്മൾ സെപ്റ്റംബർ 21. അതെ, ഷെർലി ടീച്ചറാണ് എന്റെ കറക്റ്റ് കാര്യം പറഞ്ഞ. ഈ സെപ്റ്റംബർ 21 ഏത് ദിവസം അറിയാം? അതും കൂടെ പറയാം. സെപ്റ്റംബർ 21 നമ്മുടെ മഹാസമാധി. അതെ, ആരാ പറഞ്ഞത്? നൈറ്റും ഡേയും ഒരേ ടൈം ആയിരിക്കും. അതെ, ഈ സമാധി ദിനം എന്ന് പറഞ്ഞ ആരാണ്? മഹാഗുരുവിന്റെ ആ മഹാപരിനിർവാണ ദിവസം എന്ന് പറഞ്ഞ ആരാണ്? സെപ്റ്റംബർ 21. മഹാഗുരുവിന്റെ മഹാസമാധി എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ മനസ്സിൽ ഓടിയെത്തി ആ ഒരു സമാധി ദിനം എന്നുള്ളത്, സെപ്റ്റംബർ 21. പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം നമ്മൾ ആരും ചിന്തിക്കാത്ത, നമ്മൾ ആരും മനസ്സിലാക്കാതെ കളഞ്ഞു കയറുന്നു. ഇത് ചിലപ്പോ കാലത്തിന്റെ അല്ലെങ്കിൽ നിയതിയുടെ
നിയോഗമെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു കളിയാട്ടം എന്നൊക്കെ പറയാം. പക്ഷെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ അഹിംസാത്മകമായിട്ടുള്ള ജീവിതം കാണിച്ചു തന്ന, അങ്ങനെ ജീവിച്ച് ആ പരിനിർവാണത്തിലെത്തിയ ആ ബ്രഹ്മ സ്വരൂപനായ ആ ശ്രീനാരായണ ഗുരുദേവന്റെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം, അന്ന് ആ ദിവസമാണ് UN പോലുള്ള ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ പീസ് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തത്. നമ്മൾ ആരും ഇത് അറിഞ്ഞില്ല, നമ്മൾ ആരും ചിന്തിച്ചില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഗാരി ഡേവിസിനെ പോലെയുള്ള നടരാജ ഗുരുവിന്റെ ശിഷ്യൻ മുഖേനയാണോ, ആ ഒരു ഏകലോക ഗവൺമെന്റിന്റെ സ്വാധീനം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് UN ഈ ഒരു ദിവസം സെപ്റ്റംബർ 21 അത് ഇനി ഇംഗ്ലീഷുകാർക്ക് മഹാഗുരുവിന്റെ സമാധി ദിനം ആണോ എന്ന് അറിഞ്ഞുകൂടാതെയാണോ എന്നും അറിയാൻ പറ്റും. എന്തായാലും നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും തയ്യാറാകും. എന്തായാലും കാലത്തിന്റെ ആവശ്യമായിട്ട്, കാലം ഇന്നും, ഞാൻ മുമ്പും പറഞ്ഞു, നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കണം, ഏത് അവതാര പുരുഷന്മാരെയും നിങ്ങൾ പരിശോധിച്ച് നോക്കണം, അവിടെയെല്ലാം അസുരന്മാരെ കൊല്ലുന്ന ഈശ്വരന്മാരെ കാണാം. എല്ലാ ഈശ്വരന്മാരുടെ കയ്യിലും ടൂൾസ് ആയിട്ട് മറ്റ് ആയുധങ്ങൾ ഇരിക്കുന്ന കാണാം. അത് ചിലപ്പോൾ അധർമ്മ നിഷ്ഠരായ മനുഷ്യരെ കൊല്ലാനായിരിക്കാം, രാക്ഷസന്മാരെ വധിക്കാനായിരിക്കാം, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിരിക്കാം. അവരുടെ കയ്യിലെല്ലാം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിമർശനമല്ല, അന്നത്തെ മനുഷ്യന് ഇത് തിരിച്ചറിവാണ്. അന്നത്തെ മനുഷ്യന്റെ, അന്നത്തെ ഗോത്ര മനുഷ്യന്റെ ചിന്താഗതിയിൽ അന്ന് അവൻ വിശ്വസിച്ച, അവൻ ആരാധിച്ച ദൈവങ്ങളെ അവന്റെ ഭാവനയിലൂടെ അവൻ സൃഷ്ടിച്ചെടുത്താണ് ഈ രൂപങ്ങളെല്ലാം. പക്ഷേ ഗുരു, നമ്മൾ പറഞ്ഞു, ഒരു വാക്ക് കൊണ്ടുപോലും, നമ്മൾ ചരിത്രം നോക്ക്, ചരിത്ര പുരുഷനായിട്ട് ഒരു 100 വർഷം പോലും ആയില്ല മഹാഗുരു ആ സമാധി പ്രാപിച്ചിട്ട്. ചരിത്രത്തിൽ ഒരു മുഹൂർത്തം പോലും വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കൊണ്ടും മോദസ്ഥിതനായി ഇങ്ങ് വസിപ്പു മല പോലെ നാശാൻ പാടുമ്പോഴും ഒരിക്കലും ആരോടും വൈകാരികമായിട്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകാത്ത തരത്തിൽ ഒരു തരത്തിലും പെരുമാറിയായിട്ട് ചരിത്രത്തിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നില്ല. എല്ലാവരെയും കേൾക്കാൻ, എല്ലാവരെയും മനസ്സിലാക്കാൻ അതിനുള്ള അപാരമായ, അസാധാരണമായ ഒരു സവിശേഷമായ ഈശ്വര മഹിമ ഗുരുവിലുണ്ടായിരുന്നു. അത് കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടിയായിരിക്കുമ്പോൾ മറ്റു കുട്ടികൾക്കൊന്നുമില്ലാത്ത സാമൂഹ്യ വിരുദ്ധമായ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ, ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇതിനെന്ത് പരിഹാരം, ആ കുഞ്ഞു നാണുവിന്റെ ആ ചിന്തകളിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളെയും ഗുരു ചോദ്യം ചെയ്യുകയും അതിനെ പ്രതിരോധിക്കുകയും മലയിൽ കയറിയിട്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് തട്ടിത്തട്ടി പെരുവെളിയിലാക്കാതെ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നത് കഷ്ടം ദീനം പിടിച്ചവരെ, മധുരയത് കുടിച്ചവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു, ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു, അവർക്ക് ജീവിത മൂല്യങ്ങളെ പകർന്നു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഗുരു ഈ പറഞ്ഞ ഏകലോക ദർശനത്തിന്റെ ഭാഗമായിട്ട് ലോക സമാധാനത്തിന് വേണ്ടിയായിരുന്നു ആത്യന്തികമായിട്ട്. അതുകൊണ്ടാവാം സെപ്റ്റംബർ 21 കാലത്തിന്റെ നിയതിയുടെ ആവശ്യമെന്നോണം UN പോലുള്ള സംഘടന സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ആ ലോക സമാധാനത്തിന് മനുഷ്യകുലത്തിന്, ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ മനുഷ്യവർഗത്തിന് ഇന്നും പിന്തുടരാൻ കഴിയുന്ന, ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരേ ഒരു ഈശ്വരൻ, ഒരേ ഒരു അവതാരം, അത് ഗുരു മാത്രമാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം അനുരൂപമാകേണ്ടത്. അത് അഹിംസാത്മകമായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ ആരാധിക്കുന്നത്. എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർ അനുകമ്പ നിന്നിടും എന്ന് അനുകമ്പാ ദശകത്തിൽ പറയും. അവിടെ അതിന് മുമ്പ് പറഞ്ഞു, വരുമാറും ഇല്ല അറിവിനു നേർ. ഈ അറിവിന് നമ്മൾ അസ്ഥി ജന്മർത്തി പരിണതി അപക്ഷയ വിനാശനമെന്ന് നമ്മൾ ദർശനമാലയെ ചൊല്ലും. ഈ പറയുന്ന ബാഹ്യമായ പദാർത്ഥങ്ങൾ ഈ ഷഡ്വികാരങ്ങളോട് പോകും. പക്ഷെ അറിവിനതില്ല. അറിവ് നിത്യമാണ്, അത് സനാതനമാണ്, അത് അഖണ്ഡമാണ്, അത് ബൃഹത്താണ്, അതിനൊരിക്കലും നാശമില്ല. അതിനു നേർ അനുകമ്പ നിന്നിടും. ഈ അനുകമ്പ എന്നുള്ള ഗുണം നമ്മൾ ഈ ശരീരമൊക്കെ ഉപേക്ഷിച്ചു പോയാലും, അത് ഉരുവാമുടൽ വിട്ടാലും, ഈ ഉരുവെന്ന് പറയുന്ന ഈ ഉടൽ, ഈ ശരീരത്തെ നമ്മൾ വിട്ടാലും അനുകമ്പ രൂപത്തിൽ, അനുകമ്പ അത് കീർത്തി രൂപത്തിൽ നിന്നിടും. ഇന്ന് നമ്മൾ ഗുരുവിനെ അനുകമ്പാമൂർത്തിയായിട്ടാണ്, ഗുരുവിനെ കൂടുതൽ അറിയുന്നവർക്കറിയാം,
പരമകാരുണികനായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്നും ഗുരു നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ആ ശരീരം വിട്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരാധിക്കുന്ന മഹാഗുരു അനുകമ്പാമൂർത്തിയായിട്ട്, അനുകമ്പ എന്നുള്ള ഒരിക്കലും നശിക്കാത്ത ആ പരമമായ അറിവെന്നുള്ള, ആ ദൈവമെന്നുള്ള, ആ ചൈതന്യം എന്നുള്ള ആ സ്വരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വിളങ്ങുകയാണ്. നമ്മൾ അതുകൊണ്ടാണ് ഗുരുവിനെ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഗുരുവിന്റെ ദർശനങ്ങൾ പഠിക്കുന്നത് പോലും അതിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ നിത്യമായിട്ടുള്ള ഈ അനുകമ്പ എന്ന് പറയുന്ന, ഈ സഹാനുഭൂതി എന്ന് പറയുന്ന അഹിംസയുടെ എന്താണ് ആ ഒരു രൂപത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മളും എപ്രകാരമാണ് നമ്മുടെ ഗുരുവിനെ അനുകമ്പാമൂർത്തിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത്, അതുപോലെ ലോകവും നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ആ കാരണത്താൽ, ഈ ഒരു അനുകമ്പ എന്നുള്ള ഗുണത്താൽ നമ്മളെയും കീർത്തി നിന്നിടും എന്ന് പറയും. നമ്മളും ലോകമുള്ളിടത്തോളം കാലം നമ്മൾ നിന്നിടും. ഇന്ന് ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ മാത്രമാണ് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്. ഇതുപോലുള്ളൊരു ജീവിതം നയിച്ചു ബാക്കി എല്ലാവരിലും നമുക്ക് പറഞ്ഞില്ല, ഏതൊരു പുരാണ കഥാപാത്രം, ഞാൻ നേരത്തെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഗോത്രീയമായ മനുഷ്യന്റെ ചിന്തകളിൽ ആ പരമമായ ശക്തിയെ നമ്മൾ പല രൂപത്തിൽ ആരാധിക്കുന്നു. അത് നമ്മുടെ ആ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. എങ്കിലും അത് കുറ്റമല്ല, അത് നിഷേധമല്ല, ഒരു മത നിന്ദയുമല്ല. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഏത് ദൈവങ്ങൾ നമ്മൾ പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൊന്ന് പാപം കൊടുക്കുന്നത് കാണാൻ പറ്റും, കൊന്ന് ശാപമോക്ഷം കൊടുക്കുന്നത് കാണാൻ പറ്റും, കൊന്ന് അവരെ പരിഷ്കരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഗുരു ചെയ്തതല്ല. ഏതൊരു മനുഷ്യരാലാണോ ഒരു വലിയ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഗ്രാമത്തിന് പുറത്താക്കപ്പെട്ടത്, അധസ്കൃതരെന്ന് മുദ്ര കുത്തിയത്, അടിമകളാക്കപ്പെട്ടത്, ആ മനുഷ്യരെയും ഗുരു പരിഷ്കരിച്ചു, പരിവർത്തനപ്പെടുത്തി, അവരെ അറിവില്ലായ്മയെ മാറ്റി അറിവ് പകർന്നു കൊടുത്തു. അതുപോലെ ഒരേ സമയം മറ്റുള്ള അധസ്കൃതരെന്ന് തള്ളിക്കളഞ്ഞ വലിയ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും അവരെയും ഉദ്ധരിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ, വിദ്യാലയങ്ങൾ എല്ലാം പണിഞ്ഞു. ഒരേ സമയം രണ്ട് ഭാഗത്തു നിന്നും എല്ലാവരെയും അറിവിന്റെ തലത്തിൽ രണ്ടുപേരെയും ഉയർത്തുന്ന കാഴ്ചയാണ് ഗുരുവിൽ കാണാൻ കഴിയും. ഒരിക്കലും ഗുരു മറ്റുള്ളവരെ ദ്രോഹിച്ചവരെ നിന്ദിച്ചില്ല, വെറുത്തില്ല, അവരെ ദ്രോഹിച്ചില്ല, സ്വന്തം അനുയായികളെ കൊണ്ട് തല്ലിച്ചില്ല, അവരെയും ചേർത്ത് പിടിച്ചു നിർത്തി രണ്ട് കൂട്ടരെയും. മുമ്പുണ്ടായ കാലങ്ങളിൽ അധർമ്മരെന്ന് പറഞ്ഞ് അധർമ്മനിഷ്ഠരെന്ന് പറഞ്ഞു, പാപികളെന്ന് പറഞ്ഞു തള്ളി കളയുമായിരുന്നു നമ്മുടെ ഈശ്വരന്മാർ. അവരെ കൊന്ന് പാപം മോക്ഷം കൊടുക്കുമായിരുന്നു. അതൊന്നും നമ്മുടെ ഗുരുവിൽ അതൊന്നുമില്ല. ഗുരു എല്ലാവരെയും പരിവർത്തനപ്പെടുത്തി. ആത്യന്തികമായിട്ട് ഗുരു അവർക്ക് ആത്മവിദ്യയുടെ വെളിച്ചം പകർന്ന് അവരെ അമരത്വത്തിലേക്ക്, ആ മരണം നാം അറിവാണെന്ന് പറഞ്ഞു കൊടുത്തു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നെന്ന് ഗുരു ഉപദേശിച്ചു. ഈ ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് നമ്മോട് പറഞ്ഞു. ഇവിടെ എല്ലാം ഗുരു ഉപദേശങ്ങളിലൂടെ, ഗുരുവാണികളിലൂടെ, ആ ആധ്യാത്മിക വിദ്യ പ്രകാശനത്തിലൂടെ നമ്മളെ ആ അമരത്വത്തിലേക്ക്, ആ അമൃതത്വത്തിലേക്ക്, ആ അനശ്വരതയിലേക്ക് ഗുരു നമ്മളെ വഴികാട്ടി. ആ വഴികാട്ടിയതിന് ഏറ്റവും കാരണമായിരുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, ഗുണം എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ്. ആ സഹാനുഭൂതിയുടെ പേരാണ് അഹിംസ എന്ന് പറയുന്നത്. അഹിംസാത്മകമായ ജീവിതം, അതാണ് നമ്മൾ ജീവിതത്തിൽ നേടേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് ജീവിത സാഫല്യം, ജീവിതത്തിന്റെ അനശ്വരത ഉണ്ടാകും. അതിനുപരി ലോകത്തിന് ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ഗുരു വിഭാവനം ചെയ്ത ആ ഒരു മാതൃകാ ലോകത്തിന്റെ രൂപീകരണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ട് നിൽക്കുന്നത് ഈ അഹിംസാത്മകമായ ഒരു ജീവിതമാണ്. ഈ ജീവിതക്രമത്തിലേക്ക് സ്വജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുക. അങ്ങനെ മാതൃകയാകുമ്പോൾ മറ്റുള്ളവരും നമ്മൾക്ക് മാതൃകയായി അല്ലെങ്കിൽ ഗുരുവിലേക്ക് അടുക്കുകയും ആ ഗുരുവിന്റെ ജീവിതത്തിനെ അവരും ഫോളോ ചെയ്ത് അങ്ങനെ ഒരു വലിയ സമൂഹം ഗുരുവിലേക്ക് അടുക്കുകയും ഒരു വിശ്വഗുരുവായിട്ട്, ലോക ഗുരുവായിട്ട് എല്ലാവരും ആ മഹാഗുരുവിന്റെ ജീവിതത്തേക്ക് കടന്നാൽ ശാന്തിയും സമാധാനവും സന്തോഷവും സാഹോദര്യവും ഉള്ള ഒരു വലിയ ഒരു ലോകത്തിൽ ഒരു വിശ്വപൗരനായി മനസ്സമാധാനത്തോടു കൂടി എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവരുടെ സന്തോഷത്തിന്, ഇഷ്ടത്തിന് അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. മനുഷ്യന് മാത്രമുള്ളതല്ല ഈ ഭൂമി, സർവ്വ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് നമ്മളെപ്പോലെ. അതിന് നമ്മൾ അഹിംസാത്മകമായ ജീവിതം നമ്മൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ സഹജീവികളായ എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അത് ചെയ്യണം. ഇതാണ് ഗുരു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത്, അപരന് ആത്മസുഖത്തിനായി വരയണമെന്ന് പറയുന്നത്. അത് അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ
അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന് പറയുന്ന ഗുരുവിന്റെ ഈ സത്യദർശനം അത് ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാകണം. ഈ ഒരു ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ വളരെ വളരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനൊരു ലോകം നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലൂടെ, ജീവിത വൃത്തിയിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്കും അണ്ണാങ്കുഞ്ഞിനും തന്നാലായതെന്ന പോലെ നമ്മൾക്കും ഇങ്ങനൊരു ലോകത്തിന്, ഗുരു വിഭാവനം ചെയ്ത ലോകത്തിന് നമ്മൾക്കും ഈ ഒരു ധർമ്മ പ്രചരണത്തിന്, ധർമ്മ അനുഷ്ഠാനത്തിന് നമ്മൾക്കും കാരണീഭൂതരാകാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾക്ക് എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹവും അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രേരണയും സൗഭാഗ്യവും എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും നമ്മൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.